ഹലോ മക്കളെ, എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടോ? ഹലോ ടു ഓൾ മൈ ഡിയർ സ്റ്റുഡൻസ്, എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെങ്കിൽ ഒരു തംസ് അപ്പ് അടിച്ചേടാ മക്കളെ. എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടോ മക്കളെ? പറ്റുന്നുണ്ടെങ്കിൽ ഒരു തംസ് അപ്പ് അടിച്ചേടാ. ഹലോ മക്കളെ, വെൽക്കം ടു ദ ക്ലാസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വലിയ സോറി എൻ്റെ സൈഡിൽ നിന്ന്. എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു മക്കളെ, അതുകൊണ്ടാണ് ലൈവ് സ്റ്റാർട്ട് ആവാൻ ഇത്രയും വൈകിയത്. ഒരു വലിയ സോറി, അബ്സല്യൂട്ട്ലി സോറി. നമ്മളത് മേക്കപ്പ് ചെയ്യുന്നതാണ്. ഡു നോട്ട് വറി മക്കളെ, ഓക്കെ. ഇത്രയും നേരം വെയിറ്റ് ആക്കിയതിന് എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു, അതുകൊണ്ട് മാത്രമാണ്. എല്ലാവർക്കും എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെങ്കിൽ ഒരു തംസപ്പ് അടിച്ച് ഒരു ലവ് അടിച്ചേടാ മക്കളെ. ഒരു ലവോ ഒരു തംസപ്പോ അടിച്ചേടാ ചാറ്റ് ബോക്സിൽ. എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെങ്കിൽ ഒരു ലവോ ഒരു തംസപ്പോ അടിച്ചേടാ ചാറ്റ് ബോക്സിൽ. പോരട്ടെ, പവർ പോരട്ടെ. എനിക്കറിയാം നിങ്ങളുടെ പവർ കുറച്ച് കുറഞ്ഞിരിക്കുകയാണ് ലാഗ് വന്നതുകൊണ്ട്. പക്ഷേ ഡോണ്ട് വറി, നമുക്ക് ക്ലാസ് ഉണ്ട്, നമ്മൾ ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്, ഓക്കെ. കാര്യം ഇന്ന് നമ്മൾ തെർമോഡൈനാമിക്സ് തീർത്തിട്ടേ പോകുള്ളൂ, ആ വാക്ക് ഞാൻ തരാം, ഓക്കെ. ഹലോ ലവ് ഇട്ടോളൂ, തംസപ്പ് ഇട്ടോളൂ, ഓക്കെ. വെരി ഗുഡ്, അടിപൊളി. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ, എന്തായാലും നിങ്ങൾ ഇത്രയും വെയിറ്റ് ചെയ്തതല്ലേ, ഇനി അധികം ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇൻ 3, 2, 1 ആൻഡ് ഹിയർ വി ഗോ. മക്കളെ, തെർമോഡൈനാമിക്സ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഫിസിക്കൽ, ഓർഗാനിക്, ഇനോർഗാനിക് എല്ലാം കൂടി എടുത്താലും തെർമോഡൈനാമിക്സിനെ താഴ്ന്നു തന്നെ നിൽക്കും. ഇറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അത്രയധികം കൂടുതലാണ്, ഓക്കെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യം തുടക്കത്തിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങുകയാണ്, ഓക്കെ. ഇമ്പോർട്ടൻറ്റ് ടേംസ്, നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ടേംസ് എന്തൊക്കെയാണെന്ന് അറിയാലോ. സിസ്റ്റം, വാട്ട് ഇസ് എ സിസ്റ്റം? ദ പാർട്ട് അണ്ടർ ഒബ്സർവേഷൻ. എന്തിൻ്റെ പാർട്ട്? ദ പാർട്ട് ഓഫ് യൂണിവേഴ്സ് അണ്ടർ ഒബ്സർവേഷൻ. യൂണിവേഴ്സിൽ നിങ്ങൾ എന്തിൻ്റെ പുറത്താണോ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ബോട്ടിലെ വെള്ളമാണ് എൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്, അപ്പോൾ ആ വെള്ളമാണ് എൻ്റെ സിസ്റ്റം, അല്ല മക്കളെ. പാർട്ട് ഓഫ് യൂണിവേഴ്സ് വിച്ച് ഇസ് അണ്ടർ ഒബ്സർവേഷൻ. 3 ടൈപ്പ് സിസ്റ്റം ഉണ്ട്, ഓർത്ത് വയ്ക്കുക, ഈ ടേംസ് ഒക്കെ ഓർത്ത് വയ്ക്കുക. ഓപ്പൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ മാറ്റർ എക്സ്ചേഞ്ചും എനർജി എക്സ്ചേഞ്ചും നടക്കുന്നു. എം ടിക്ക് ഇ ടിക്ക് കണ്ടില്ലേ? എം സ്റ്റാൻഡ്സ് ഫോർ മാറ്റർ, ഇ സ്റ്റാൻഡ്സ് ഫോർ എനർജി. മാറ്റർ എക്സ്ചേഞ്ചും എനർജി എക്സ്ചേഞ്ചും നടക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഓപ്പൺ ആയിട്ടിരിക്കുന്ന ചൂട് കപ്പ് കാപ്പി, അതിൽ നിന്ന് ആവി പറക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതിൽ നിന്ന് എനർജി പോകുന്നു, അത് തണുപ്പാകുന്നു, അത് തണുത്തു പോകുന്നു. അതിൻ്റെ അർത്ഥം എന്താ? എനർജി എക്സ്ചേഞ്ച് ആവുന്നു. ദാറ്റ്സ് എൻ ഓപ്പൺ സിസ്റ്റം. ക്ലോസ് സിസ്റ്റം എന്താണ് മക്കളെ? ക്ലോസ് സിസ്റ്റം എന്താണ്? മാറ്റർ എക്സ്ചേഞ്ച് നടക്കുന്നില്ല, എനർജി എക്സ്ചേഞ്ച് നടക്കുന്നു. അതേ കപ്പ് കാപ്പി ഞാൻ മൂടി വെക്കുകയാണ്, അപ്പോൾ ആവി പറക്കുന്നില്ല, മാറ്റർ എക്സ്ചേഞ്ച് നടക്കുന്നില്ല, എനർജി എക്സ്ചേഞ്ച് നടക്കുന്നു. കാര്യം എന്താ? ഹീറ്റ് പോകുന്നുണ്ട്. ഐസൊലേറ്റഡ് സിസ്റ്റം, മാറ്റർ എക്സ്ചേഞ്ച് നടക്കുന്നില്ല, എനർജി എക്സ്ചേഞ്ച് നടക്കുന്നില്ല, മാറ്ററും എക്സ്ചേഞ്ച് നടക്കുന്നില്ല, എനർജി എക്സ്ചേഞ്ച് നടക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, അതേ കപ്പ് കാപ്പി ഞാനൊരു തെർമസ് ഫ്ലാസ്കിൽ വെക്കുകയാണെങ്കിൽ ദാറ്റ്സ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം. ഈ ടേംസ് ഓർത്ത് വെക്കണം. ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരാം ജെഇക്ക്. അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സറൗണ്ടിങ് എന്താണ് മക്കളെ? റെസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സ്. സിസ്റ്റം അല്ലാത്ത ഭാഗങ്ങളാണ് സറൗണ്ടിങ് ആയിട്ട് വരുന്നത്, ഓക്കെ. അതേപോലെ തന്നെ സിസ്റ്റം പ്രോപ്പർട്ടീസ്. ഒരു സിസ്റ്റമിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, അല്ലെ? മാസ്, വോള്യൂം, പ്രഷർ, ടെമ്പറേച്ചർ, ഇന്റേണൽ എനർജി, എൻതാൽപ്പി, ഗിബ്സ് എനർജി, എൻട്രോപ്പി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, വിസ്കോസിറ്റി. ഈ പ്രോപ്പർട്ടീസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്നാൽ എന്താണ് മക്കളെ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എമൗണ്ട്. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഡിപ്പെൻഡ്സ് ഓൺ എമൗണ്ട്. എത്ര എമൗണ്ട് ഉണ്ട് എന്നത് അനുസരിച്ചിരിക്കും എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയുടെ വാല്യൂ. ഫോർ എക്സാമ്പിൾ, എൻതാൽപ്പി, എമൗണ്ട് കൂടുമ്പോൾ എൻതാൽപ്പി കൂടും. ഇന്റേണൽ എനർജി, എമൗണ്ട് കൂടുമ്പോൾ ഇന്റേണൽ എനർജി കൂടും. ഗിബ്സ് എനർജി, എൻട്രോപ്പി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എൻട്രോപ്പി ഈസ് മെഷർ ഓഫ് റാൻഡംനെസ്. കൂടുതൽ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ കൂടുതൽ റാൻഡംനെസ് ഉണ്ട്, അല്ലേ? അതേപോലെ ഹീറ്റ് കപ്പാസിറ്റി, സി. എൻതാൽപ്പി, ഇന്റേണൽ എനർജി, എല്ലാവരും നോക്കിക്കേ മക്കളെ. എൻതാൽപ്പി, ഇന്റേണൽ എനർജി, ഗിബ്സ് എനർജി, എൻട്രോപ്പി, മാസ്. എം സ്റ്റാൻഡ്സ് ഫോർ മാസ്, സി സ്റ്റാൻഡ്സ് ഫോർ ഹീറ്റ് കപ്പാസിറ്റി. വി സ്റ്റാൻഡ്സ് ഫോർ വോള്യൂം. ഇതൊക്കെ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. അതേപോലെ തന്നെ ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് മക്കളെ വരിക? ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് പ്രഷർ, ടെമ്പറേച്ചർ, മോളാർ ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റി എക്സ്റ്റൻസീവ് ആണ്, മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഇന്റൻസീവ് ആണ്. കാര്യം എന്താണെന്നറിയോ?
കാര്യം എന്താണെന്നറിയോ? Always understand an extensive property by an extensive property is an intensive property. Extensive property by an extensive property ഒരു intensive property ആണ്. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ നമ്പർ ഓഫ് മോൾസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ മോളാർ ഹീറ്റ് കപ്പാസിറ്റി കിട്ടും. ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ നമ്പർ ഓഫ് മോൾസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ മോളാർ ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി എക്സ്റ്റൻസീവ്, നമ്പർ ഓഫ് മോൾസ് എക്സ്റ്റൻസീവ്, അവരുടെ റേഷ്യോ ഇൻറ്റൻസീവ്. ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, വിസ്കോസിറ്റി, ഡെൻസിറ്റി. ഡെൻസിറ്റി എന്താ? മാസ് ബൈ വോള്യൂം. മാസ് എക്സ്റ്റൻസീവ് ആണ്, വോള്യൂം എക്സ്റ്റൻസീവ് ആണ്. മാസ് ബൈ വോള്യൂം, ഡെൻസിറ്റി ഇൻറ്റൻസീവ് ആണ്. അതേപോലെ തന്നെ സ്മോൾ എസ്, ഇവിടെ ക്യാപിറ്റൽ എസ് അല്ല വരേണ്ടത്, സ്മോൾ എസ്. ഈ സ്മോൾ എസ് എന്താണെന്നറിയോ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ് കേട്ടോ. സ്മോൾ എസ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. മറ്റേ എസ് ആയിട്ട് കൺഫ്യൂസ് ആകരുത്. ഇവിടെ എസ് എന്ന് ഉദ്ദേശിക്കുന്നത് എൻട്രോപ്പി ആണ് കേട്ടോ മക്കളെ. ഇവിടെ എസ് എന്ന് ഉദ്ദേശിക്കുന്നത് എൻട്രോപ്പി ആണ്. അതേപോലെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇസ് ഓൾസോ ആൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. നിങ്ങൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ എമൗണ്ട്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് ഓൺലി, ഇറ്റ്സ് എ ഫിക്സഡ് വാല്യൂ. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ കണ്ടീഷൻസിലൊക്കെ അത് ഫിക്സഡ് ആണ്. ഇറ്റ്സ് ആൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഓർത്ത് വയ്ക്കുക. ഗോട്ട് ഇറ്റ്? ഇനി അതേപോലെ തന്നെ ഒരു സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസിനെ നമുക്ക് വേറെ രണ്ട് രീതിയിൽ തിരിക്കാൻ പറ്റും. സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്താണ്? Any property whose change depends only on final value and initial value. Whose change depends only on final value and initial value. അതായത് ഞാനൊരു സിസ്റ്റത്തിന്, ഒരു ഗ്യാസിനെ ഒരു സ്റ്റേറ്റ് 1-ൽ നിന്ന് സ്റ്റേറ്റ് 2-ലേക്ക് കൊണ്ടുപോയി. ദ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ വാല്യൂ. അത് എങ്ങനെ കൊണ്ടുപോയി എന്നതിന് പ്രാധാന്യമില്ല. ദ പാത്തിന് പ്രാധാന്യമില്ല. അപ്പോൾ സ്റ്റേറ്റ് ഫംഗ്ഷൻസിൻ്റെ എക്സാമ്പിൾസ് പ്രഷർ, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോൾസ്, വോള്യൂം, എൻതാൽപ്പി, ഇന്റേണൽ എനർജി, ഗിബ്സ് എനർജി, എൻട്രോപ്പി. ഒരു സിമ്പിൾ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം മക്കളെ. ഡെൽറ്റ ഓഫ് സ്റ്റേറ്റ് ഫംഗ്ഷൻ, ഡെൽറ്റ ഓഫ് സ്റ്റേറ്റ് ഫംഗ്ഷൻ, ഡെൽറ്റ ഓഫ് സ്റ്റേറ്റ് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു 0 ഫോർ സൈക്ലിക് പ്രോസസ്. ഒരു സൈക്ലിക് പ്രോസസ് എടുക്കുകയാണെങ്കിൽ ഇത് ഓർത്ത് വെക്കുക. ഇതിനെ ബേസ് ചെയ്ത് ജെയിൽ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഒരു സൈക്ലിക് പ്രോസസ് എടുക്കുകയാണെങ്കിൽ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഫംഗ്ഷൻ വിൽ ഓൾവേസ് ബി ഈക്വൽ ടു 0. ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഫംഗ്ഷൻ വിൽ ഓൾവേസ് ബി ഈക്വൽ ടു 0 ഫോർ എ സൈക്ലിക് പ്രോസസ്. കാര്യം എന്താ? ഒരു സൈക്ലിക് പ്രോസസ്സിന്റെ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആണ്. അപ്പോൾ ഡെൽറ്റ യു 0 ആയിരിക്കും സൈക്ലിക് പ്രോസസ്സിന്, ഡെൽറ്റ എച്ച് 0 ആയിരിക്കും സൈക്ലിക് പ്രോസസ്സിന്, ഡെൽറ്റ ജി 0 ആയിരിക്കും സൈക്ലിക് പ്രോസസ്സിന്, ഡെൽറ്റ എസ് 0 ആയിരിക്കും സൈക്ലിക് പ്രോസസ്സിന്, ഡെൽറ്റ പി 0 ആയിരിക്കും സൈക്ലിക് പ്രോസസ്സിന്, ഡെൽറ്റ വി 0 ആയിരിക്കും സൈക്ലിക് പ്രോസസ്സിന്. ഓക്കെ. അതേപോലെ തന്നെ പാത്ത് ഫംഗ്ഷൻ. പാത്ത് ഫംഗ്ഷൻ ഏതൊക്കെയാണ് മക്കളെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്? ഹീറ്റ്, വർക്ക്, ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ്, വർക്ക് ആൻഡ് ഹീറ്റ് കപ്പാസിറ്റി ആർ പാത്ത് ഫംഗ്ഷൻ. ഓക്കെ മക്കളെ, ഓർത്ത് വെക്കുക. ഈ എക്സാമ്പിൾസ് ആർ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ജെയിൽ. നെക്സ്റ്റ്, ഹീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം കേട്ടോ. ഹീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് പോസിറ്റീവ് ഫോർ ഹീറ്റ് അബ്സോർബ്ഡ്. വെൻ എ സിസ്റ്റം അബ്സോർബ്സ് ഹീറ്റ്, heat is taken to be positive. When a system release heat, heat is taken to be negative. ഒരു സിസ്റ്റം ഹീറ്റ് എടുക്കുകയാണെങ്കിൽ അത് പോസിറ്റീവ് ഹീറ്റ് ആണ്. ഒരു സിസ്റ്റം ഹീറ്റ് റിലീസ് ചെയ്യുകയാണെങ്കിൽ അത് നെഗറ്റീവ് ഹീറ്റ് ആണ്. ഇപ്പോൾ ഒരു ഗ്യാസ് 10 ജൂൾസ് അബ്സോർബ് ചെയ്തു, ദാറ്റ് ഇസ് +10. ഒരു ഗ്യാസ് 10 ജൂൾസ് റിലീസ് ചെയ്തു, ദാറ്റ് ഇസ് -10. സൈൻ കൺവെൻഷൻസ് ആർ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ സി എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, യൂണിറ്റ് എന്താണ്? ജൂൾസ് പെർ കെൽവിൻ. അതേപോലെ സി എം എന്താണ്? മോളാർ ഹീറ്റ് കപ്പാസിറ്റി. യൂണിറ്റ് എന്താണ്? ജൂൾസ് പെർ കെൽവിൻ പെർ മോൾ. അതേപോലെ എസ് എന്താണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. യൂണിറ്റ് എന്താണ്? ജൂൾസ് പെർ കെൽവിൻ പെർ ഗ്രാം. ഇവരുടെ ഫോർമുലാസ് ഓർത്ത് വയ്ക്കുക മക്കളെ. സിയുടെ ഫോർമുല ഇസ് dQ/dt. C is nothing but dQ/dt. മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഇസ് dQ/n/dt. dQ/n/dt, അതായത് നമ്പർ ഓഫ് മോൾസ് വെച്ച് ഡിവൈഡ് ചെയ്യണം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇസ് dQ/m/dt. മാസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ മക്കളെ ഈ ഒരു ഫോർമുലയിൽ നിന്ന് ഞാൻ ഡി ടിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ എനിക്ക് C/dt = dQ എന്ന് കിട്ടും. ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റു dt = dt എന്ന് വെച്ചാൽ എന്താണ്? ദ സ്മോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു dQ. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇഫ് C ഈസ് കോൺസ്റ്റൻറ്റ്, ഇത് രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. C കോൺസ്റ്റൻ്റ് ആണ്. നിങ്ങളുടെ സിലബസിൽ C കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളതേ വരാറുള്ളൂ. JEE മെയിൻസിൽ 4-5 ക്വസ്റ്റ്യൻസ് C വേരിയബിളായിട്ട് വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താ പറയുക, നിങ്ങളുടെ ഇതിൽ ഇട്ടിട്ടുണ്ട്, ആപ്പിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. പക്ഷേ 99.99% ഓഫ് ക്വസ്റ്റ്യൻസിൽ C കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ C കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഈ ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് C വരും, ഇൻ്റഗ്രൽ ഓഫ് dt വരും. അപ്പോൾ C∆T = Q. So Q is always heat capacity into change in temperature. Okay, C∆T is equal to
heat, okay, when C is constant. ഇതാണ് നിങ്ങൾക്ക് 99.99% ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് എൻ ഡി ടിനെ അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ എൻ സി എം ഡി ടി ഈക്വൽ ടു ഡി ക്യൂ എന്ന് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ നിന്ന് എം ഡി ടിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ എം എസ് ഡി ടി ഈക്വൽ ടു ഡി ക്യൂ എന്ന് കിട്ടും. ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ വെൻ സി എം ഇസ് കോൺസ്റ്റൻറ്റ് ആൻഡ് എസ് ഇസ് കോൺസ്റ്റൻറ്റ് ക്യൂ ക്യാൻ ബി റിട്ടേൺ ആസ് എൻ ഇൻറ്റു സി എം ഇൻറ്റു ഡെൽറ്റ ടി ഓർ എം ഇൻറ്റു എസ് ഇൻറ്റു ഡെൽറ്റ ടി. മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റു ഡെൽറ്റ ടി അല്ലെങ്കിൽ എൻ ഇൻറ്റു മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റു ഡെൽറ്റ ടി. അഗെയിൻ 99.99% നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ മോളാർ ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം ഈ ഒരു ഫോമുല ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഈ ഒരു ഫോമുല ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഹീറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ടെങ്കിൽ മോളാർ ഹീറ്റ് കപ്പാസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ ടി തന്നിട്ടുണ്ടെങ്കിൽ എൻ സി എം ഡെൽറ്റ ടി. മാസ് തന്നിട്ടുണ്ട്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി തന്നിട്ടുണ്ട്, ഡെൽറ്റ ടി തന്നിട്ടുണ്ട്, എം ഇൻറ്റു എസ് ഇൻറ്റു ഡെൽറ്റ ടി. ഓർത്ത് വയ്ക്കുക മക്കളെ, ഫൈൻ. അതേപോലെ തന്നെ വർക്ക് എന്തൊക്കെയാണ് മക്കളെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്? വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം പോസിറ്റീവ് ആണ്, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം നെഗറ്റീവ് ആണ്. അതായത് ഓൺ ദ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കുക, ഓൺ ദ സിസ്റ്റം എന്ന് പറയുമ്പോൾ കംപ്രഷൻ വർക്ക് ആണ്. ഓക്കെ, ഓൺ ദ സിസ്റ്റം എന്ന് പറയുമ്പോൾ കംപ്രഷൻ വർക്ക് ആണ്. ദാറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. വെൻ എ ഗ്യാസ് ഇസ് കംപ്രസ്ഡ് ദാറ്റ്സ് പോസിറ്റീവ് വർക്ക്. വെൻ എ ഗ്യാസ് എക്സ്പാൻഡ്സ് ദാറ്റ്സ് നെഗറ്റീവ് വർക്ക്. ഓർത്ത് വെക്കുക. ഇനി വർക്കിന് ഇഷ്ടംപോലെ ഫോർമുലാസ് ഉണ്ട്. വർക്കിൻ്റെ മദർ ഫോർമുല എന്താണെന്നറിയോ? അതായത് വർക്കിൻ്റെ ആക്ച്വൽ ഫോർമുല, അത് നിങ്ങൾ ഓർത്ത് വെക്കണം. JEE അഡ്വാൻസ്ഡിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഈ മദർ ഫോർമുല ഓർത്ത് വെക്കണം. മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡി വി. ഇതാണ് മദർ ഫോർമുല. ഈ മദർ ഫോർമുലയിൽ നിന്ന് പല സിറ്റുവേഷൻസിൽ പല ഫോർമുലാസ് വരും. ഇതാണ് മദർ ഫോർമുല, ദി ആക്ച്വൽ ഫോർമുല ഓഫ് വർക്ക്. പല സിറ്റുവേഷൻസിൽ പല ഫോർമേഷൻ വരും ഈ ഫോർമുലയ്ക്ക്. ഈ ഫോർമുലയാണ് ആക്ച്വൽ ഫോർമുല. ഇതിൽ പല സിറ്റുവേഷൻസിൽ ഈ ഫോർമുല ഇടുമ്പോൾ പല രീതിയിൽ ഫോർമുല മാറും. ഫോർ എക്സാമ്പിൾ ഐസോകോറിക് പ്രോസസ്സിൽ W ഈക്വൽ ടു 0. കാര്യം എന്താ? ഡി വി 0 ആണ്. ഡി വി 0 ആണ്. ഐസോകോറിക് പ്രോസസ് എന്ന് പറയുമ്പോൾ വോളിയം ചേഞ്ച് ഇല്ല. അപ്പോൾ വർക്ക് ഇസ് ഈക്വൽ ടു 0. ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ എക്സ്പാൻഡിങ് അഗെയിൻസ്റ്റ് വാക്വം, എക്സ്റ്റേണൽ പ്രഷർ ഇല്ല. എക്സ്പാൻഡിങ് അഗെയിൻസ്റ്റ് വാക്വം, എക്സ്റ്റേണൽ പ്രഷർ ഇല്ല. അഗെയിൻ W ഈക്വൽ ടു 0 ആണ്. അതേപോലെ ഐസോതെർമൽ ഐഡിയൽ ഗ്യാസ് എക്സ്പാൻഷൻ ഓർ കംപ്രഷൻ. ഒരു ഐഡിയൽ ഗ്യാസ് ഐസോതെർമൽ എക്സ്പാൻഷൻ ഓർ കംപ്രഷനിൽ കൂടെ പോവുകയാണെങ്കിൽ റിവേഴ്സിബിൾ പ്രോസസ്. ഓക്കെ, റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ഓർ കംപ്രഷനിൽ കൂടെ പോവുകയാണെങ്കിൽ അതേ ഫോർമുല വിൽ ബിക്കം -2.303 nRT log of V2/V1. -2.303 nRT log of V2/V1. ഇനി പ്രഷറാണ് തന്നിട്ടുണ്ടെങ്കിൽ P1/P2 എന്നിട്ടാൽ മതി. V2/V1 ഈക്വൽ ടു P1/P2. കാര്യം എന്താ? ടെമ്പറേച്ചർ സെയിം ആണ്. ടെമ്പറേച്ചർ സെയിം ആണെങ്കിൽ P1V1 ഈക്വൽ ടു P2V2 ബോയിൽസ് ലോ അനുസരിച്ച്. അപ്പോൾ V2/V1 നമുക്ക് P1/P2 എന്ന് എഴുതാം. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ മക്കളെ? ഓക്കെ ആണോ? ഒരു മിനിറ്റ്. ഓക്കെ, നോക്കുക. വർക്ക് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. വർക്ക് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. എല്ലാവരും നോക്കുക. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം പോസിറ്റീവ് ആണ്, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം നെഗറ്റീവ് ആണ്. അതായത് ഓൺ ദ സിസ്റ്റം എന്ന് പറയുമ്പോൾ കംപ്രഷൻ വർക്ക്, ഗ്യാസിനെ കംപ്രസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. സോ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് കംപ്രഷൻ വർക്ക് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ്, പോസിറ്റീവ് വർക്ക് ആണ്. എക്സ്പാൻഷൻ വർക്ക് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ്. അതേപോലെ വർക്കിനൊരു മദർ ഫോർമുലയുണ്ട്. എല്ലാവരും നോക്കിക്കേ. വർക്ക് ഞാൻ ഒന്നും കൂടി പറഞ്ഞതാണ്. വർക്കിൻ്റെ മദർ ഫോർമുലയാണ് മൈനസ് ഇൻറ്റഗ്രൽ പി എക്സ്റ്റേണൽ ഇൻറ്റു ഡി വി. വർക്കിൻ്റെ മദർ ഫോർമുലയാണ് മൈനസ് ഇൻറ്റഗ്രൽ പി എക്സ്റ്റേണൽ ഇൻറ്റു ഡി വി. ഇത് ആക്ച്വൽ ഫോർമുലയാണ്. ഇറ്റ് ഈസ് വാലിഡ് ഓൾവേസ്. ഈ ഫോർമുലയിൽ നിന്ന് പല സിറ്റുവേഷൻസിൽ പല വാല്യൂസ് കിട്ടും. ഫോർ എക്സാമ്പിൾ ഐസോകോറിക് പ്രോസസ് ആണെങ്കിൽ വർക്ക് ഈക്വൽ ടു 0. കാര്യം എന്താ? ഡി വി 0 ആണ്. ഫ്രീ എക്സ്പാൻഷൻ ആണെങ്കിൽ വർക്ക് ഈക്വൽ ടു 0. കാര്യം എന്താ? പി എക്സ്റ്റേണൽ 0 ആണ്. ഐസോതെർമൽ ഐഡിയൽ ഗ്യാസ് എക്സ്പാൻഷൻ ഓർ കംപ്രഷൻ ആണെങ്കിൽ വർക്ക് ഈക്വൽ ടു -2.303 nRT log of V2/V1.
minus 2.303 nRT log of V2 by V1. V2 by V1 നമുക്ക് P1 by P2 എന്ന് എഴുതാം. V2 by V1 നമുക്ക് വേണമെങ്കിൽ P1 by P2 എന്ന് എഴുതാം. കാര്യം എന്താ, ബോയിൽസ് ലോ അനുസരിച്ച് സെയിം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ P1 V1 equal to P2 V2. അപ്പോൾ V2 by V1 can be written as P1 by P2. അപ്പോൾ ഫൈനൽ പ്രഷറും ഇനീഷ്യൽ പ്രഷറും തന്നിട്ടുണ്ടെങ്കിൽ P1 by P2 എന്ന് എഴുതാം ഫോർമുലയിൽ. ഫൈനൽ വോളിയം ഇനീഷ്യൽ വോളിയം തന്നിട്ടുണ്ടെങ്കിൽ V2 by V1 എന്ന് എഴുതാം ഫോർമുലയിൽ. അത്രേ ഉള്ളൂ. കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്, കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സുകളിൽ വർക്ക് ഇസ് ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി. കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സുകളിൽ വർക്ക് ഇസ് ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി. അതായത് ആ പ്രഷർ എത്രയാണ് തന്നിരിക്കുന്നത് അത് ഇടുക, മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി. ഡെൽറ്റ വി എന്താ, V2 മൈനസ് V1. അതേപോലെ അഡയബാറ്റിക് പ്രോസസ്സുകളിൽ, റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്സുകളിൽ വർക്ക് ഇസ് ഈക്വൽ ടു P2 V2 മൈനസ് P1 V1 ബൈ ഗാമ മൈനസ് 1. P2 V2 ബൈ മൈനസ് P1 V1 ബൈ ഗാമ മൈനസ് 1. ഗാമ എന്താണെന്ന് അറിയാലോ മക്കളെ, ഗാമ എന്താണെന്ന് അറിയാലോ. ഗാമ ഈസ് നത്തിങ് ബട്ട് CP ബൈ CV. ഗാമ എന്ന് പറയുന്നത് CP ബൈ CV ആണ്. ഓക്കെ, മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ബൈ മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഓക്കെ മക്കളെ, ഫൈൻ. ഇതൊരു ഐഡിയൽ ഗ്യാസിൻ്റെ കേസാണ് കേട്ടോ. ഐഡിയൽ ഗ്യാസ് ഫോർമുല എന്താണ്, ഇതാണ്. ഈ മദർ ഫോർമുലയിൽ നിന്ന് ഓരോ സിറ്റുവേഷൻസിൽ ഓരോ വർക്കിൻ്റെ ഫോർമുല കിട്ടും, ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഫോർമുല അപ്ലൈ ചെയ്യുക, സിറ്റുവേഷൻ അനുസരിച്ച് ഫോർമുല അപ്ലൈ ചെയ്യുക. ഓക്കേടാ മക്കളെ. നെക്സ്റ്റ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വർക്ക് ഇസ് ഓൾവേസ് ഏരിയ അണ്ടർ ദ PV ഗ്രാഫ്. ഇത് ഓർത്ത് വയ്ക്കുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വർക്ക് ഇസ് ഓൾവേസ് ഏരിയ അണ്ടർ ദ PV ഗ്രാഫ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വർക്ക് എപ്പോഴും ഏരിയ അണ്ടർ ദ PV ഗ്രാഫ് ആയിരിക്കും. അത് എന്ത് PV ഗ്രാഫ് ആയിക്കോട്ടെ, സ്ട്രെയിറ്റ് ലൈൻ ആയിക്കോട്ടെ, എന്ത് ഷേപ്പ് ആയിക്കോട്ടെ, ഏരിയ അണ്ടർ ദ PV ഗ്രാഫാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വർക്ക് ഡൺ. അതേപോലെ തന്നെ സൈക്ലിക് പ്രോസസ്സുകളിൽ ഒരു സൈക്ലിക് പ്രോസസ്സ് എടുക്കുകയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വർക്ക് ഇസ് ഏരിയ എൻക്ലോസ്ഡ് ഇൻ ദ ഫിഗർ. ഫോർ എക്സാമ്പിൾ, സിമ്പിളായിട്ട് പറയുകയാണ്, ഞാനൊരു സൈക്ലിക് പ്രോസസ്സ് എടുത്തു, ഇങ്ങനൊരു സൈക്ലിക് പ്രോസസ്സ് എടുത്തു. ഓക്കെ, PV ഗ്രാഫാണിത്. ടോട്ടൽ വർക്ക് ഡൺ ഇൻ ദ സൈക്ലിക് പ്രോസസ്സ് ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഈ എൻക്ലോസ്ഡ് ഫിഗർ, ആ ഫിഗറിൻ്റെ ഏരിയ എടുക്കുക. ഏരിയ അണ്ടർ ദ ഗ്രാഫ് അല്ല, ആ ഫിഗറെ എൻക്ലോസ് ചെയ്ത്, ആ ഫിഗർ എൻക്ലോസ് ചെയ്ത് ഏരിയ എടുക്കുക. എന്നിട്ട് വർക്ക് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് അറിയാനൊരു ട്രിക്ക് ഉണ്ട്. വർക്ക് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് അറിയാനൊരു ട്രിക്ക് ഉണ്ട്. It will be negative if clockwise, it will be positive if anti-clockwise. It will be negative if clockwise. ഓക്കെ മക്കളെ, ഒന്നുകൂടി നോക്കിയേ മക്കളെ, ഒന്നുകൂടി പറയാം അത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വർക്ക് ഡൺ ഇസ് ഓൾവേസ് ഏരിയ അണ്ടർ ദ PV ഗ്രാഫ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വർക്ക് ഡൺ ഇസ് ഓൾവേസ് ഏരിയ അണ്ടർ ദ PV ഗ്രാഫ്. എന്ത് ഷേപ്പ് എടുത്താലും മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വർക്ക് ഡൺ ഇസ് ഏരിയ അണ്ടർ ദ PV ഗ്രാഫ്. അതേപോലെ ഒരു സൈക്ലിക് പ്രോസസ്സിന് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വർക്ക് ഡൺ ഇസ് ഏരിയ എൻക്ലോസ്ഡ്. അതേപോലെ ഒരു സൈക്ലിക് പ്രോസസ്സിന് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വർക്ക് ഡൺ ഇസ് ഓൾവേസ് ഏരിയ എൻക്ലോസ്ഡ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു PV ഗ്രാഫ് എടുത്തു എന്ന് വിചാരിക്കുക. ഈ PV ഗ്രാഫിൽ ഒരു സൈക്ലിക് പ്രോസസ്സ് തന്നിട്ടുണ്ട്. ഈ PV ഗ്രാഫിൽ ഒരു സൈക്ലിക് പ്രോസസ്സ് തന്നിട്ടുണ്ട്. അവർ ചോദിക്കുകയാണ്, വാട്ട് ഇസ് ദ ടോട്ടൽ വർക്ക് ഡൺ ഇൻ ദ സൈക്ലിക് പ്രോസസ്. ടോട്ടൽ വർക്ക് ഡൺ വിൽ ഓൾവേസ് ബി ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ഗ്രാഫ്. ആ സൈക്ലിക് പ്രോസസ്സിൻ്റെ ഏരിയ, അത് എന്ത് ഷേപ്പും ആയിക്കോട്ടെ, സർക്കുലർ ആയിക്കോട്ടെ, റെക്ടാങ്കുലർ ആയിക്കോട്ടെ, ട്രപ്പീസിയം ആയിക്കോട്ടെ, എന്ത് ഷേപ്പും ആയിക്കോട്ടെ, ഏരിയ ഇൻ എ സൈക്ലിക് പ്രോസസ്, വർക്ക് ഡൺ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വർക്ക് ഡൺ ഇൻ എ സൈക്ലിക് പ്രോസസ്,
magnitude of the work done. എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട് മക്കളെ, ഇന്ന് കാലാവസ്ഥ ശരിയല്ല, അതിൻ്റെ കുഴപ്പമില്ല. എന്തായാലും ഇത് തീർത്തിട്ടേ നമ്മൾ പോവുള്ളൂ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വർക്ക് ഡൺ ഇൻ എ സൈക്ലിക് പ്രോസസ് ഇസ് ഈക്വൽ ടു ഏരിയ എൻക്ലോസ്ഡ് ഇൻ ദ ഫിഗർ. ഏരിയ എൻക്ലോസ്ഡ് ഇൻ ദ ഫിഗർ. ഓക്കെ, ആൻഡ് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, ഒരു ക്ലൂ ഞാൻ തരാം. ഇഫ് ഇറ്റ് ഈസ് ക്ലോക്ക് വൈസ്, അതായത് ആ സൈക്ലിക് പ്രോസസ്സ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ, പി വി ഗ്രാഫ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് നെഗറ്റീവാണ് ടോട്ടൽ വർക്ക്. പി വി ഗ്രാഫ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് പോസിറ്റീവാണ്. ഫോർ എക്സാമ്പിൾ ഈ എക്സാമ്പിളിൽ പി വി ഗ്രാഫ് ക്ലോക്ക് വൈസിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഏരിയ ആസ് എൻ ഏരിയ എൻക്ലോസ്ഡ് ഓഫ് ദ ഫിഗർ കാണുക, എന്നിട്ട് നെഗറ്റീവ് സിമ്പിൾ ഇടുക. ഏരിയ എൻക്ലോസ്ഡ് ഇൻ ദ ഫിഗർ ആണ് മാഗ്നിറ്റ്യൂഡ്, നെഗറ്റീവ് ഇടുക. കാര്യം എന്താ, അത് ക്ലോക്ക് വൈസ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവ് ഇടുക, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവ് ഇടുക. ഓക്കേടാ മക്കളെ, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം ഇന്ന് ചെയ്യാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും നോക്കുക. 1 mole of an ideal monoatomic gas is subjected to changes as shown in the graph. The magnitude of the work done is dash joules. The magnitude of the work done is dash joules. എല്ലാവരും നോക്കിക്കേ, magnitude of the work done is dash joules. ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വർക്ക് ഡൺ കണ്ടുപിടിക്കണം ഈ ഗ്രാഫിൽ നിന്ന്. ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വർക്ക് ഡൺ കണ്ടുപിടിക്കണം ഈ ഗ്രാഫിൽ നിന്ന്. ശ്രദ്ധിക്കാം മക്കളെ, നമുക്കറിയാം ഈ ഗ്രാഫ് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം. വർക്ക് ഡൺ ഇൻ 1 to 2 എന്ന് പറയുന്നത് 1 to 2 എന്ന് പറയുന്നത് ഐസോബാറിക് ആണ്, കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സാണ് അല്ലേ. കോൺസ്റ്റന്റ് 1 to 2, 1.1 to 0.2 പോകുന്നത് ഐസോബാറിക് പ്രോസസ്സാണ്, കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സാണ്. കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിൽ വർക്കിൻ്റെ ഫോർമുല എന്താ? സാറ് തന്ന പല ഫോർമുലകളിൽ കോൺസ്റ്റന്റ് പ്രഷറിൻ്റെ ഫോർമുല എന്താണ്? മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു V2 മൈനസ് V1. ഇവിടെ മൈനസ് പി എക്സ്റ്റേണൽ എത്രയാണ്? -1 ആണ് അല്ലേ. ഈ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ -1 ഇൻറ്റു V2 മൈനസ് V1 എന്ന് പറയുമ്പോൾ 40 മൈനസ് 20, 40 മൈനസ് 20 ദാറ്റ് ഈസ് ഈക്വൽ ടു -20 വരും ഇവിടെ. അത് വർക്ക് ഡൺ ഇൻ 1 to. ഇനി വർക്ക് ഡൺ ഇൻ 2 to 3, വർക്ക് ഡൺ ഇൻ 2 to 3 0 ആണ്. കാര്യം എന്താ? അതൊരു കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സ്, ഐസോകോറിക് പ്രോസസ്സാണ്. 2 to 3 എടുക്കുകയാണെങ്കിൽ ദാറ്റ്സ് ആൻ ഐസോകോറിക് പ്രോസസ്, ദാറ്റ് ഈസ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 0. അതേപോലെ തന്നെ വർക്ക് ഡൺ, ശ്രദ്ധിച്ചു നോക്കുക, അതേപോലെ തന്നെ വർക്ക് ഡൺ ഇൻ 3 to 2. മക്കളെ 3 to 2 എന്ന് പറയുന്നത് ഐസോതെർമൽ പ്രോസസ്സാണ്. ആ ഗ്രാഫ് കണ്ടാൽ അറിയാം, ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഗ്രാഫാണ്, ബോയിൽസ് ലോയുടെ ഗ്രാഫാണ്. ഇനി നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കേ മക്കളെ, ഈ 0.3യിൽ പ്രഷർ ഇൻറ്റു വോള്യം എത്രയാണ്? 0.3യിൽ പ്രഷർ ഇൻറ്റു വോള്യം എത്രയാണ്? 0.5 ഇൻറ്റു 40, അതെത്ര? 20. അതേപോലെ 0.1ൽ പ്രഷർ ഇൻറ്റു വോള്യം എത്രയാണ്? 1 ഇൻറ്റു 20, അഗെയിൻ 20. അപ്പോൾ പി വി കോൺസ്റ്റൻ്റ് ആണ്. ആ ഷേപ്പ് കണ്ടാൽ തന്നെ അറിയാം പി വി കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ്സ് ആൻ ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ പ്രോസസ്സിൽ വർക്കിൻ്റെ ഫോർമുല എന്താ മക്കളെ? -2.303 nRT. n എന്താണ്? 1 ആണ്. r എന്താണ്? ഓക്കെ, ഈ ഫോർമുല ഇടുന്നതിന് മുമ്പ് സാർ ഒരു കാര്യം പറഞ്ഞുതരാം. ഫോർമുല എന്താണ്? -2.303 nRT log of V2 by V1. ഇതാണ് ഫോർമുല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ അവർ ടെമ്പറേച്ചർ തന്നിട്ടില്ല, നമ്പർ ഓഫ് മോൾസ് തന്നിട്ട് ടെമ്പറേച്ചർ തന്നിട്ടില്ല. അപ്പോൾ ടെമ്പറേച്ചർ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും മക്കളെ? ടെമ്പറേച്ചർ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്കറിയാം, ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് nRT ഇസ് ഈക്വൽ ടു പി വി അല്ലേ. nRT ഈക്വൽ ടു പി വി ആണ് ഒരു ഐഡിയൽ ഗ്യാസിന്. അപ്പോൾ ഇവിടെ എനിക്ക് വർക്ക് ഡൺ ഇൻ 3 to 2നെ എനിക്ക് -2.303 ഇൻറ്റു പി വി ഇൻറ്റു ലോഗ് ഓഫ് V2 by V1 എഴുതാം, ഇൻറ്റു പി വി ഇൻറ്റു ലോഗ് ഓഫ് V2 by V1 എഴുതാം. അതെത്രയും മക്കളെ? -2.303. പി വിയുടെ വാല്യൂ എന്താണ്? ഈ ഒരു ഗ്രാഫിൽ, ഈ ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ പി വിയുടെ വാല്യൂ എന്താണ്? ഏതെങ്കിലും ഒരു പോയിന്റിൻ്റെ പി വി വാല്യൂ എടുത്താൽ മതി. ഇപ്പോൾ 0.3ൽ പി വി വാല്യൂ എത്രയാണ്? 20. 0.5 ഇൻറ്റു 40, അത് തന്നെയായിരിക്കും പി വിയുടെ വാല്യൂ വരാൻ പോകുന്നത് ത്രൂ ഔട്ട്. സോ -2.303 ഇൻറ്റു 20 ഇൻറ്റു ലോഗ് ഓഫ് V2. ഫൈനൽ വോള്യം എത്രയാണ് അവിടെ? ഫൈനൽ വോള്യം എത്രയാണ് മക്കളെ? ഫൈനൽ വോള്യം 20 ആണ്, ഇനീഷ്യൽ വോള്യം 40 ആണ്. അപ്പോൾ ലോഗ് ഓഫ് 20 by 40, log of 20 by 40 which is equal to -46.06 into log of 1/2.
ഇനി ഒറ്റ കാര്യമുള്ളൂ മക്കളെ, ഈ ഒരു വാല്യൂം ആഡ് ചെയ്യുക, ഈ രണ്ട് വാല്യൂം ആഡ് ചെയ്യുക. സോ ടോട്ടൽ വർക്ക് എത്രയായിരിക്കും മക്കളെ? ടോട്ടൽ വർക്ക് ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ഇൻ 1 to 2 പ്ലസ് വർക്ക് ഡൺ ഇൻ 2 to 3 പ്ലസ് വർക്ക് ഡൺ ഇൻ 3 to 1, which is equal to minus 20 plus 0 plus minus 46.06 log of 1 by 2. Log of 1 by 2 ne minus log of 2 എന്ന് എഴുതാം. log of 2.3 ആണെന്ന് നിങ്ങൾക്കറിയാം. log of 2.3 ആണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആൻസർ കിട്ടാൻ പോകുന്നത് -6.2 ലിറ്റർ ബാർ ആണ്. -6.2 ലിറ്റർ ബാർ ആണ് ആൻസർ ആയിട്ട് കിട്ടുക. പക്ഷേ നമുക്ക് ആൻസർ വേണ്ടത് ജൂൾസിലാണ്. അപ്പോൾ -6.2 ലിറ്റർ ബാർ ഇസ് ഈക്വൽ ടു -620 ജൂൾസ്. കാര്യം എന്താണെന്നറിയോ? 1 ലിറ്റർ ബാർ ഇസ് ഈക്വൽ ടു 100 ജൂൾസ്. ഇത് ഓർത്ത് വയ്ക്കുക. 1 ലിറ്റർ ബാർ ഇസ് ഈക്വൽ ടു 100 ജൂൾസ്. അതേപോലെ 1 ലിറ്റർ എ ടി എം ഇസ് ഈക്വൽ ടു 101.3 ജൂൾസ്. ഈ കൺവേർഷൻ ഓർത്ത് വയ്ക്കുക. ഗോട്ട് ഇറ്റ്? മനസ്സിലായല്ലോ മക്കളെ? സോ -620 ആണ് ആൻസർ വരിക. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. When 2 liters of an ideal gas expands isothermally into vacuum to a total volume of 6 liters, the change in internal energy is. മക്കളെ ഇവിടെ വരുന്ന ക്ലൂസ് നോക്കുക മക്കളെ. When 2 liters of an ideal gas expands isothermally into vacuum to a total volume of 6 liters, the change in internal energy is. അവർ ഡെൽറ്റ യു ആണ് ചോദിച്ചിരിക്കുന്നത്. ഡെൽറ്റ യുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടില്ല, പക്ഷെ എന്നാലും നിങ്ങൾക്കറിയാം ഡെൽറ്റ യു ഇസ് നത്തിങ് ബട്ട് ക്യൂ പ്ലസ് ഡബ്ല്യു. ഓക്കെ മക്കളെ, ഫൈൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഐഡിയൽ ഗ്യാസ് എക്സ്പാൻസ് ഐസോതേർമൽ കണ്ടീഷൻസിൽ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ ഐസോതേർമൽ കണ്ടീഷൻ ഈ രണ്ട് വാക്ക് ഒരുമിച്ച് വരികയാണെങ്കിൽ ടക്കെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഉത്തരം പോകണം ഡെൽറ്റ യു ഈക്വൽ ടു 0. വേറെ ഒന്നും നോക്കാനില്ല. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു 0 ഐഡിയൽ ഗ്യാസിൻ്റെ ഐസോതേർമൽ കണ്ടീഷൻസിൽ. അത് എക്സ്പാൻഷൻ ആയിക്കോട്ടെ, കംപ്രഷൻ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഐസോതേർമൽ കണ്ടീഷൻ ആണെങ്കിൽ ഡെൽറ്റ യു ഈക്വൽ ടു 0. വേറെ ഒന്നും നോക്കാനില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സർ അതെങ്ങനെയാണ് സർ ശരിയാവുന്നത്? അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ്? അതിന് നമുക്ക് ഇൻറ്റേർണൽ എനർജി എന്താണെന്നുള്ളത് ഒന്ന് പെട്ടെന്ന് കാണാം. നിങ്ങൾ കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും എന്താ റീസൺ എന്നുള്ളത്. പക്ഷേ എന്നാലും നമുക്ക് ഇൻറ്റേർണൽ എനർജി കാണാം, എന്നിട്ട് ഈ ഒരു റിസൾട്ടിലേക്ക് വരാം. ഇൻറ്റേർണൽ എനർജി എന്താ മക്കളെ ശരിക്കും? ഇൻറ്റേർണൽ എനർജി ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ഓഫ് ഓൾ ദ പാർട്ടിക്കിൾസ് ഇൻ എ സിസ്റ്റം. ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ടോട്ടൽ എനർജി ഓഫ് ഓൾ ദ പാർട്ടിക്കിൾസ് ഇൻ എ സിസ്റ്റം ആണ്. ദാറ്റ് ഇസ് കൈനറ്റിക് എനർജി ഓഫ് ഓൾ ദ പാർട്ടിക്കിൾസ് പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഓൾ ദ പാർട്ടിക്കിൾസ് പ്ലസ് അതർ എനർജി. വേറെ കുറേ എനർജീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബോണ്ട് എനർജി ഉണ്ട്, ന്യൂക്ലിയർ എനർജി ഉണ്ട്, റെസ്റ്റ് മാസ് എനർജി ഉണ്ട്. അപ്പോൾ ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിലെ എല്ലാ പാർട്ടിക്കിൾസിൻ്റെയും ടോട്ടൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് അതർ ഫോംസ് ഓഫ് എനർജി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പൊട്ടൻഷ്യൽ എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് ഡ്യൂ ടു ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആണ് കേട്ടോ. പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഇന്റർമോളിക്കുലർ ഫോഴ്സ്. പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ആണ്. പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്, അല്ലാണ്ട് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അല്ല. ഒരിക്കലും ഇന്റേണൽ എനർജിയിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കൺസിഡർ ചെയ്യില്ല. ഓർത്ത് വെക്കണം. ഇതൊന്നും നിങ്ങൾ ചിലപ്പോൾ ബുക്കിൽ നോക്കിയാൽ കാണില്ല. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അല്ല, ഇന്റേണൽ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഇന്റർമോളിക്കുലർ ഫോഴ്സ്. അപ്പോൾ ഡെൽറ്റ യു എടുക്കുകയാണെങ്കിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി വിൽ ബി ഡെൽറ്റ കെ ഇ പ്ലസ് ഡെൽറ്റ പി ഇ. അപ്പോൾ നിങ്ങൾ ചോദിക്കും സർ അപ്പോൾ ഈ അതർ ഫോംസ് ഓഫ് എനർജിയോ അതിൻ്റെ ഡെൽറ്റ എടുക്കണ്ടേ? ഇത് ജനറലി കോൺസ്റ്റൻ്റ് ആയിരിക്കും മക്കളെ, അത് ശരിക്കും മാറില്ല പ്രോസസ്സുകളിൽ. അപ്പം ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ജനറലി കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ആയിരിക്കും മാറുന്നത്, പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും. സോ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ കെ ഇ പ്ലസ് ഡെൽറ്റ പി ഇ. ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് നിങ്ങൾക്കറിയാം, ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു 0. കാര്യം എന്താണെന്നറിയോ? അവർക്ക് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഇല്ല. ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ അവർക്ക് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഇല്ല.
കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇല്ലെങ്കിൽ ഡെൽറ്റ യു ഇസ് ഓൺലി ഡെൽറ്റ കെ ഇ. പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, അവർക്ക് പൊട്ടൻഷ്യൽ എനർജി ഇല്ല. സോ ഡെൽറ്റ യു ഈക്വൽ ടു ഡെൽറ്റ കെ ഇ. അതായത് ഇന്റേണൽ എനർജി ചേഞ്ച് ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അത്രയും ഓർത്ത് വയ്ക്കുക. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വരാം നിങ്ങൾക്ക്. വിച്ച് അമോങ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് അബൌട്ട് ഇന്റേണൽ എനർജി ഓഫ് എൻ ഐഡിയൽ ഗ്യാസ്? ഡെൽറ്റ യു ഈക്വൽ ടു ഡെൽറ്റ കെ ഇ. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. കാര്യം നിങ്ങൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ പഠിച്ചിട്ടുണ്ട്, കൈനറ്റിക് എനർജി ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. കൈനറ്റിക് എനർജി ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. അപ്പോൾ ഡെൽറ്റ കെ ഇ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. ദാറ്റ് മീൻസ് ഡെൽറ്റ യു ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ മാറുന്നില്ലെങ്കിൽ ഐഡിയൽ ഗ്യാസിന് ഇന്റേണൽ എനർജി മാറില്ല. ദാറ്റ് മീൻസ് ഫോർ ഐസോതെർമൽ പ്രോസസ്സസ് ഡെൽറ്റ യു ഫോർ എൻ ഐഡിയൽ ഗ്യാസ് ഇസ് ഈക്വൽ ടു 0. For isothermal processes, delta U for an ideal gas is equal to 0. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഈ ആൻസർ കിട്ടിയത്. ഓക്കെ മക്കളെ, ഫൈൻ. ഇനി നമുക്ക് ഫസ്റ്റ് ലോയിലേക്ക് പോകാം. ഫസ്റ്റ് ലോ എന്താണ് പറയുന്നത് മക്കളെ? ഫസ്റ്റ് ലോ എന്താണ് പറയുന്നത്? First law of thermodynamics says that delta U is equal to Q plus W. First law of thermodynamics says that delta U equal to Q plus W. Sign conventions apply ചെയ്യട്ടോ അവിടെ. Q plus W എന്ന് പറയുമ്പോൾ ക്യൂ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കണം. ഫോർമുലയിലല്ല സൈൻ കൺവെൻഷൻസ് അപ്ലൈ ചെയ്യേണ്ടത്, വാല്യൂസ് എടുക്കുമ്പോൾ. പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സർ ഇത് എക്സ്പാൻഷൻ്റെ കേസിൽ ഈ വർക്ക് -W എന്ന് ഇടണോ? കാര്യം എക്സ്പാൻഷൻ്റെ കേസിൽ വർക്ക് നെഗറ്റീവ് അല്ല. ഒരിക്കലും അത് ചെയ്യരുത്. ഫോർമുലയിൽ അല്ല ഇടേണ്ടത്, വാല്യൂസ് എടുക്കുമ്പോൾ ആ നമ്പേഴ്സ് എടുത്ത് വാല്യൂസ് ഇടുമ്പോൾ അവിടെയാണ് സൈൻ കൺവെൻഷൻസ് അപ്ലൈ ചെയ്യേണ്ടത്. ഫോർമുല ഇസ് ഓൾവേസ് ദ സെയിം, Q plus W. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഫോർമുലയിലല്ല മാറ്റം വരുത്തുന്നുണ്ട്, നമ്പേഴ്സ് എടുക്കുമല്ലോ, ആ നമ്പേഴ്സിലാണ് സൈൻ കൺവെൻഷൻസ് അപ്ലൈ ചെയ്യേണ്ടത്. ഫോർമുല ഇസ് ഓൾവേസ് Q plus W, മാറ്റമില്ല. ഐസോതെർമൽ ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ ഡെൽറ്റ യു 0 ആണ്. അപ്പോൾ Q ഈക്വൽ ടു -W കിട്ടും, ഓർത്ത് വയ്ക്കുക. അപ്പോൾ Q തന്നാൽ W കണ്ടെത്താം, W തന്നാൽ Q കണ്ടെത്താം. അഡയബാറ്റിക്കിന്റെ കേസിൽ Q 0 ആണ്. അഡയബാറ്റിക് പ്രോസസ് എന്ന് വെച്ചാൽ എന്താണ്? Q 0 ആണ്. Q 0 ആണെങ്കിൽ ഡെൽറ്റ യു ഈക്വൽ ടു W എന്ന് കിട്ടും. ഐസോകോറിക് പ്രോസസ്സിന്റെ കേസിൽ ഡെൽറ്റ യു ഈക്വൽ ടു ക്യു വി. കാര്യം എന്താ? W 0 ആണ്. ഐസോകോറിക് പ്രോസസ്സിന്റെ കേസിൽ വർക്ക് 0 ആണ്, നമ്മൾ നേരത്തെ കണ്ടു. വോളിയം ചേഞ്ച് നടക്കുന്നില്ല. അപ്പോൾ ഡെൽറ്റ യു ഈക്വൽ ടു ക്യു വി ആണ്. സൈക്ലിക് പ്രോസസ്സിന്റെ കേസിൽ ഡെൽറ്റ യു 0 ആണ്. സൈക്ലിക് പ്രോസസ്സിന്റെ കേസിൽ ഡെൽറ്റ യു 0 ആണ്. കാര്യം എന്താ? ഇന്റേണൽ എനർജി സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ഈ 4 സിറ്റുവേഷൻസിനെ വെച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സർ ഇത് 4 രീതിയിൽ 4 പാർട്ടായിട്ട് നിങ്ങൾക്ക് തന്നത്, ഓർത്ത് വെക്കാനായിട്ട്. ഗോട്ട് ഇറ്റ്? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. JEE പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. An ideal gas undergoes a cyclic process as shown in the figure. ഇതാണ് സൈക്ലിക് പ്രോസസ്. A to B, B to C, C to A. Internal energy of BC is -5, in QAB is 2, WAB is -5, okay, and WCA is 3. Heat absorbed by the system during the process CA is. മക്കളെ നമുക്കറിയാം, the total internal energy change will be equal to 0. കാര്യം സൈക്ലിക് പ്രോസസ് ആണ്. ടോട്ടൽ ഇന്റേണൽ എനർജി ചേഞ്ച് എത്രയാണ്? ഇന്റേണൽ എനർജി ചേഞ്ച് ഇൻ AB പ്രോസസ് പ്ലസ് ഇന്റേണൽ എനർജി ചേഞ്ച് ഇൻ BC പ്രോസസ് പ്ലസ് ഇന്റേണൽ എനർജി ചേഞ്ച് ഇൻ CA പ്രോസസ്. ഇന്റേണൽ എനർജി ചേഞ്ച് ഇൻ AB പ്രോസസ് എന്ന് വെച്ചാൽ എന്താണ്? QAB പ്ലസ് WAB. ഇന്റേണൽ എനർജി ചേഞ്ച് ഇൻ AB പ്രോസസ് എന്ന് വെച്ചാൽ എന്താണ്? QAB പ്ലസ് WAB. QAB എത്രയാണ്? 2 എന്ന് തന്നിട്ടുണ്ട്. WAB എത്രയാണ്? -5 എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ ഇന്റേണൽ എനർജി ചേഞ്ച് ഇൻ BC പ്രോസസ് എത്രയാണ്? അത് ഓൾറെഡി തന്നിട്ടുണ്ട്, -5 എന്ന്. അപ്പോൾ ഇവിടെ -5 വരും. പ്ലസ് ഇന്റേണൽ എനർജി ചേഞ്ച് ഓഫ് CA പ്രോസസ് എത്രയാണ്? QCA പ്ലസ് WCA എത്രയാണ്? 3 ആണ്. അപ്പോൾ ഇത് മൊത്തം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് QCA എത്ര കിട്ടും മക്കളെ? -10, -8, -5. QCA is equal to +5. മനസ്സിലായല്ലോ മക്കളെ? മനസ്സിലായെങ്കിൽ ഒരു ഹാർട്ടോ ഒരു തംസപ്പ് അടിച്ചേടാ മക്കളെ. ഓക്കെ ആണോ മക്കളെ? സോ QCA is equal to, എന്താ നമ്മളിവിടെ ഉപയോഗിച്ച തിയറി എന്താണ്? ടോട്ടൽ ഇന്റേണൽ എനർജി ചേഞ്ച് വിൽ ബി ഈക്വൽ ടു 0. കാര്യം എന്താണ്? ഇറ്റ്സ് എ സൈക്ലിക് പ്രോസസ്. ഓക്കെ ഡൗട്ടന്മാരെ? ഫൈൻ. നമുക്ക് വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദേ ഇത് നോക്കുക.
The magnitude of work done by a gas that undergoes a reversible expansion along path ABC shown in the figure is. The magnitude of the work done. നമുക്കറിയാം ഒരു ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ magnitude of the work done will always be area under the graph. Magnitude of the work done will always be area under the graph. ഈ ഷേപ്പ് എന്ന് പറയുന്ന ഒരു ട്രപ്പീസിയമാണ്. ഈ ഷേപ്പ് എന്ന് പറയുന്ന ഒരു ട്രപ്പീസിയം അല്ലേ? ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയയുടെ ഫോർമുല എന്താണ്? കുഞ്ഞുനാൾ നിങ്ങൾ പഠിച്ചതാണ്, ഹാഫ് ഇൻറ്റു L1 പ്ലസ് L2 ഇൻറ്റു H അല്ലേ? അതായത് ഹാഫ് ഇൻറ്റു സ്മോൾ സൈഡിൻ്റെ ലെങ്ത്ത് പ്ലസ് ബിഗ് സൈഡിൻ്റെ ലെങ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഇവിടെ ഹാഫ് ഇൻറ്റു സ്മോൾ സൈഡിൻ്റെ ലെങ്ത്ത് എത്രയാണ്? ഇതാണ് സ്മോൾ സൈഡിൻ്റെ ലെങ്ത്ത്, ഇതാണ് ബിഗ് സൈഡിൻ്റെ ലെങ്ത്ത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ബിഗ് സൈഡിൻ്റെ ലെങ്ത്ത് 12 ആയിട്ട് എടുക്കും. കാര്യം ഇവിടെ 12 എന്ന് കണ്ടുകൊണ്ട്, പക്ഷെ അത് 12 അല്ല. കാര്യം ഒറിജിൻ 2,2 ആണ്. ഒറിജിൻ 2,2 ആണ്. ഒറിജിൻ 2,2 ആണ്. ഒറിജിൻ 2,2 ആണെങ്കിൽ ഈ ലെങ്ത്ത് എത്രയാണ് വരിക? 10 ആണ് വരിക. അതേപോലെ ഈ ലെങ്ത്ത് എത്രയാണ് വരിക? 8 അല്ല വരിക, 6 ആണ് വരിക അല്ലേ മക്കളെ? ഫൈൻ. അതേപോലെ ഈ ലെങ്ത്ത് എത്രയാണ് വരിക? ഈ ലെങ്ത്ത് എത്രയാണ് വരിക? ഈ ലെങ്ത്ത് 8 അല്ല വരിക, അഗെയിൻ 6 ആണ് വരിക. കാര്യം ഒറിജിൻ 2,2 ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു, അത് നിങ്ങൾ മാത്സിൽ പഠിച്ച സംഭവങ്ങളാണ്. ഒറിജിൻ 2,2 ആണെങ്കിൽ ഈ ലെങ്ത് എന്ന് പറയുന്നത് 12 - 2 ആണ്. ഈ ലെങ്ത് എന്ന് പറയുന്നത് 8 - 2 ആണ്. ഈ ലെങ്ത് എന്ന് പറയുന്നത് 8 - 2 ആണ്. സോ ഹാഫ് ഇൻറ്റു 6 പ്ലസ് 10 ഇൻറ്റു 6 വരും. ഹൈറ്റ് 6, L1 6, L2 6. സോ എത്രയാണ് മക്കളെ ഇവിടെ ആൻസർ വരുന്നത്? 48 വിൽ ബി ദി ആൻസർ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു 48. 48 ആയിരിക്കും ആൻസർ വരാൻ പോകുന്നത്. മനസ്സിലായല്ലോ കുട്ടന്മാരെ? Is a clear my dear champions? Is a clear my dear champions? നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇതും പ്രീവിയസ് ഇയർ വന്ന ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യനും, ഇന്ന് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യനും 2019 തൊട്ടുള്ളതാണ് മേജർലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. 2019 JEE തൊട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 1 mole of a monoatomic ideal gas is expanded from state 1 to state 2 as shown in the figure. ശരി. The magnitude of the work done for the expansion of the gas from state 1 to state 2 at 300 Kelvin in joules is. Magnitude of the work done. എൻ്റെ കുട്ടന്മാരെ ഇത് നോക്കിയേ. സ്റ്റേറ്റ് 1 ടു സ്റ്റേറ്റ് 2 ഇത് ബേസിക്കലി ഐസോതേർമൽ എക്സ്പാൻഷൻ്റെ ഗ്രാഫാണ്. ഓക്കെ, ഐസോതേർമൽ എക്സ്പാൻഷൻ്റെ ഗ്രാഫായിട്ട് എടുത്തേ പറ്റൂ. നമുക്ക് വേറെ വഴിയൊന്നുമില്ല. കാര്യം വേറെ ക്ലൂ ഒന്നും അവർ തന്നിട്ടില്ല ഇവിടെ. വേറെ ക്ലൂ ഒന്നും അവർ തന്നിട്ടില്ല. ഓക്കെ, അപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വർക്ക് എന്ന് പറയുമ്പോൾ എത്ര വരും? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വർക്ക് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.303 ഇൻറ്റു NRT. N എത്രയാണ്? 1. R എത്രയാണ്? 8.3. 83 അല്ല കേട്ടോ, 8.3 ആണ് വരേണ്ടത്. T എത്രയാണ് കുട്ടന്മാരെ? T എത്രയാണ് കുട്ടന്മാരെ? T എത്രയാണ്? 300 ആണ്. Log of V2/V1 എന്നുള്ളത് നമുക്ക് മാറ്റി P1/P2 എന്ന് ഇട്ടാൽ പോരെ. കാര്യം ഇവിടെ പ്രഷർ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. പ്രഷർ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. ഇനീഷ്യൽ പ്രഷർ P1, ഇനീഷ്യൽ പ്രഷർ 6, ഫൈനൽ പ്രഷർ 3. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വർക്ക് ആയതുകൊണ്ട് നമുക്ക് ഇറ്റ്സ് നത്തിങ് ബട്ട് 2.303 ഇൻറ്റു 1 ഇൻറ്റു 8.3 ഇൻറ്റു 300 ഇൻറ്റു 300 ആണ് ഇവിടെ വരേണ്ടത്. ഇൻറ്റു 300 ആണ് ഇവിടെ വരേണ്ടത്. ഇൻറ്റു 300 ഇൻറ്റു ലോഗ് ഓഫ് 6/3. ഓക്കേടാ മക്കളെ? ഫൈൻ. സോ ഇവിടെ ആൻസർ കിട്ടാൻ പോകുന്നത്, ഞാനിപ്പോൾ കണക്ക് കാണിക്കുന്നില്ല നിങ്ങൾക്ക്, കാൽക്കുലേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നില്ല. പക്ഷെ കാര്യം നമുക്കിപ്പോൾ കുറേ ഡിസ്കസ് ചെയ്യണ്ട, ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. കാൽക്കുലേഷൻ മറക്കരുത് മക്കളെ. JEE മെയിൻസ് ഈ ഇടയായിട്ടുണ്ടല്ലോ, അവർ കോൺസെപ്റ്റ് കുറച്ചിട്ട്, കെമിസ്ട്രിയിൽ എസ്പെഷ്യലി കോൺസെപ്റ്റ് കുറച്ചിട്ട് കാൽക്കുലേഷനിൽ നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ കാൽക്കുലേഷൻ ചെയ്ത് പഠിക്കുക. കാൽക്കുലേറ്റർ വെച്ചിട്ടല്ല, പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കാൽക്കുലേഷൻസ് ചെയ്ത് പഠിക്കുക. ചാമ്പ്യൻസ് ഞങ്ങളോ? പിന്നെ നിങ്ങൾ ചാമ്പ്യൻസ് അല്ല മക്കളെ, നിങ്ങൾ ചാമ്പ്യൻസ് തന്നെയാണ്. എന്താ സംശയമുണ്ടോ? ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ ഇത്രയും സാക്രിഫൈസ് ചെയ്ത്, ഇപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കുന്നവരെയും നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പുറത്ത് പോയി കളിക്കായിരുന്നു, അപ്പുറത്ത് പോയിട്ട് TV കാണായിരുന്നു. ഇവിടെ ഒന്നും നിങ്ങൾ ചെയ്യണ്ടല്ലോ. ദാറ്റ് ഈസ് ടു റീച്ച് യുവർ പ്രസ്റ്റീജിയസ് കോളേജ്, ടു ഗെറ്റ് ഇൻ ടു ഇന്ത്യാസ് ഫൈനസ്റ്റ് കോളേജ്. ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ദാറ്റ് മേക്സ് യു എ ചാമ്പ്യൻ. നിങ്ങൾ ഓൾറെഡി ചാമ്പ്യൻസ് ആണ്. റിസൾട്ട് വരുമ്പോൾ ഉള്ള കാര്യം നമ്മൾക്ക് പിന്നെ നോക്കാം. പക്ഷെ അണ്ടർസ്റ്റാൻഡ്, നിങ്ങളത് യു ആർ ചേസിങ് എ ഡ്രീം.
സ്വപ്നത്തിന് പുറകെ ഓടുന്നവർ ആർ ഓൾറെഡി ചാമ്പ്യൻസ്. അത് മനസ്സിലാക്കുക, ശ്രമിക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ചാമ്പ്യൻസ് എന്ന് വിളിക്കുന്നത്. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ വരാൻ പോകുന്നത് 1718 ജൂൾസ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എൻതാൽപ്പിയാണ്. എൻതാൽപ്പിയാണ്. ഓക്കെ, എൻതാൽപ്പിയുടെ ഫോർമുല എന്താണ് കൂട്ടന്മാരെ? എൻതാൽപ്പി H ഇസ് ഈക്വൽ ടു U പ്ലസ് പി വി. അപ്പോൾ ഡെൽറ്റ H എന്താണ്? ഡെൽറ്റ H ഇസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ ഓഫ് പി വി. ഇതാണ് എൻതാൽപ്പിയുടെ മദർ ഫോർമുല. നമ്മൾ വർക്കിൻ്റെ മദർ ഫോർമുല കണ്ടില്ലേ? എന്നിട്ട് കുറേ ടൈപ്പ് സിറ്റുവേഷൻസിൽ കുറേ വർക്കിൻ്റെ ഫോർമുല നമ്മൾ ഇട്ടു. അതേപോലെ എൻതാൽപ്പിയുടെ മദർ ഫോർമുലയാണിത്. എൻതാൽപ്പി ചേഞ്ചിൻ്റെ മദർ ഫോർമുലയാണിത്. ഡെൽറ്റ H is equal to delta U plus delta of PV is a mother formula of enthalpy change. ഇത് പല പല സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് പല പല വാല്യൂസ് കിട്ടും. ഫോർ എക്സാമ്പിൾ, കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സുകളിൽ ഈ വാല്യൂ വിൽ ബി ഡെൽറ്റ H is equal to delta U plus P delta V. കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സുകളിൽ ഈ ഫോർമുല ഉണ്ടല്ലോ, വിൽ ബിക്കം ഡെൽറ്റ U plus P delta V. ഞാനിപ്പോൾ ഡിറൈവ് ചെയ്ത് കാണിക്കുന്നില്ല, എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയായിരിക്കും. ഡിറൈവ് ചെയ്തിപ്പോൾ കാണിക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. ഡെൽറ്റ H is equal to delta U plus P delta V. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയോ? ദേ ഈ സർക്കിൾ ചെയ്തതിന് വളരെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണെന്ന് അറിയോ? സാർ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വെച്ചിട്ട് ഡെൽറ്റ U is equal to Q plus W എന്നറിയാം. കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണെങ്കിൽ ഈ ഡബ്ല്യൂനെ നമുക്ക് മൈനസ് പി ഡെൽറ്റ വി എന്നിട്ടൂടെ? നമുക്കറിയാം കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സറിൽ വർക്ക് എന്താണ്? മൈനസ് പി ഡെൽറ്റ വി. ഇത് അങ്ങോട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ക്യൂ എന്ന് കിട്ടും. അതായത് ക്യൂ പി എന്ന് ഇടാം, കോൺസ്റ്റന്റ് പ്രഷർ ആയതുകൊണ്ട് ഹീറ്റ്. ഇതേ ഫോർമുല തന്നെയല്ലേ നമുക്കിവിടെ കിട്ടിയത്? അതായത് അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സുകളിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന ഹീറ്റാണ് എൻതാൽപ്പി ചേഞ്ച്. നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന മിക്ക പ്രോസസ്സുകളും കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സാണ്. ഭൂരിഭാഗം പ്രോസസ്സുകളും കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സാണ്. ഭൂരിഭാഗം റിയാക്ഷൻസും കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ആ റിയാക്ഷൻസിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് എൻതാൽപ്പി ചേഞ്ച് ആണ്. അവിടെയാണ് എൻതാൽപ്പി ചേഞ്ചിൻ്റെ ഇമ്പോർട്ടൻസ്. പല സ്റ്റുഡൻസും ചോദിച്ചിട്ടുണ്ട്, സാർ എൻതാൽപ്പിക്ക് എന്താണ് അതിൻ്റെ പ്രാക്ടിക്കൽ മീനിങ്? മക്കളെ, കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സുകളിൽ എൻതാൽപ്പി ചേഞ്ച് ആണ് ഹീറ്റ് ഇൻവോൾവ്. അതുകൊണ്ടാണ് നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ എഴുതുമ്പോൾ അതിൻ്റെ തൊട്ട് സൈഡിൽ എൻതാൽപ്പി എഴുതുന്നത്. കാര്യം കെമിക്കൽ റിയാക്ഷൻസ് ഹാപ്പൻ അണ്ടർ കോൺസ്റ്റന്റ് പ്രഷർ. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഹീറ്റ് അല്ലെങ്കിൽ അത് വലിച്ചെടുക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് എൻതാൽപ്പി ചേഞ്ച് ആണ്. അത് ഇന്റേണൽ എനർജി ചേഞ്ച് അല്ല, ഗിബ്സ് എനർജി ചേഞ്ച് അല്ല, എൻട്രോപ്പി ചേഞ്ച് അല്ല, അത് എൻതാൽപ്പി ചേഞ്ച് ആണ്. ഹീറ്റ് ഇൻവോൾവ് ഇൻ എ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സസ് എൻതാൽപ്പി ചേഞ്ച്. അവിടെയാണ് എൻതാൽപ്പി ചേഞ്ചിന്റെ ഇമ്പോർട്ടൻസ്. മനസ്സിലായോ? ഇനി ഐസോതെർമൽ പ്രോസസ് ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ഡെൽറ്റ H is equal to 0. കാര്യം എന്താണെന്നറിയോ? ഐസോതെർമൽ പ്രോസസ്സിൽ ഡെൽറ്റ U 0 ആണ്, ഡെൽറ്റ ഓഫ് പി വിയും 0 ആണ്. കാര്യം ഐസോതെർമൽ പ്രോസസ്സിൽ പി വി മാറില്ലല്ലോ ഐഡിയൽ ഗ്യാസിൻ്റെ. അതേപോലെ റിയാക്ഷൻസിൻ്റെ കേസിൽ, കെമിക്കൽ റിയാക്ഷൻസിൻ്റെ കേസിൽ ഡെൽറ്റ H is equal to ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ NgRT. ഡെൽറ്റ Ng എന്താണെന്ന് അറിയാലോ? ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ഗ്യാസ് മോൾസ്. ഡെൽറ്റ Ng എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഡെൽറ്റ Ng is nothing but change in gas moles. ഗ്യാസ് മോൾസ് മാത്രം കൺസിഡർ ചെയ്യുക കേട്ടോ, വേറെ ഒന്നും കൺസിഡർ ചെയ്യരുത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം നമുക്ക്. അതേപോലെ when temperature changes of an ideal gas, അതായത് ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ മാറുകയാണ്, നമ്പർ ഓഫ് മോൾസ് മാറുന്നില്ല, ടെമ്പറേച്ചർ മാറുകയാണ്. അപ്പോൾ ഡെൽറ്റ Hൻ്റെ ഫോർമുല കിട്ടുന്നത് ഡെൽറ്റ U പ്ലസ് NR ഡെൽറ്റ T. മക്കളെ, ഈ പറഞ്ഞ എല്ലാ സിറ്റുവേഷൻസും ഇതിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. ഈ മദർ ഫോർമുലയിൽ നിന്ന് വരുന്നതാണ് ഈ സിറ്റുവേഷൻസ്. ഇപ്പോൾ വർക്കിൻ്റെ മദർ ഫോർമുല ഞാൻ തന്നു, എന്നിട്ട് കുറേ സിറ്റുവേഷൻസ് തന്നു. അതേപോലെ ഇന്റേണൽ എനർജിയുടെ മദർ ഫോർമുല തന്നു, എന്നിട്ട് കുറേ സിറ്റുവേഷൻസ് തന്നു, ഐസോകോറിക് അഡയബാറ്റിക്. അതേപോലെ എൻതാൽപ്പിയുടെ മദർ ഫോർമുല തന്നു, കുറേ സിറ്റുവേഷൻസ് തന്നു. അതെ, റിയാക്ഷൻസ് എടുക്കുമ്പോൾ ഐഡിയൽ ഗ്യാസിൻ്റെ റിയാക്ഷൻസ് ആണ് കൺസിഡർ ചെയ്യുക. അതുകൊണ്ടാണ് ഈ ഫോർമുല കിട്ടുന്നത്. ഞാൻ ഡെറിവേഷൻ കാണിക്കുന്നില്ല. ഓക്കെ, മനസ്സിലായല്ലോ കുട്ടന്മാരെ? ഓക്കെ, ഫൈൻ. നമുക്ക് ഇനി 4 കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണം. സൂപ്പർ ഡൂപ്പർ ഇമ്പോർട്ടൻറ്റ്. JEE മെയിൻസ് പെർസ്പെക്റ്റീവിൽ, JEE അഡ്വാൻസ് പെർസ്പെക്റ്റീവിൽ സൂപ്പർ ഡൂപ്പർ ഇമ്പോർട്ടൻ്റ് ആയ 4 കാര്യങ്ങൾ. ഹീറ്റ് ഇൻവോൾവ്ഡ് അണ്ടർ കോൺസ്റ്റന്റ് വോളിയം QV ഈസ് ഓൾവേസ് ഈക്വൽ ടു ഇന്റേണൽ എനർജി ചേഞ്ച്.
ഹീറ്റ് ഇൻവോൾവ് അണ്ടർ കോൺസ്റ്റന്റ് വോളിയം. ഒരു കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിൽ ഇപ്പോൾ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സ് എടുക്കുകയാണെങ്കിൽ Q + W 0 ആവും. അപ്പോൾ ഹീറ്റ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു. അതായത് ഹീറ്റ് ഇൻവോൾവ് അണ്ടർ കോൺസ്റ്റന്റ് വോളിയം ഇസ് ഈക്വൽ ടു ഇന്റേണൽ എനർജി ചേഞ്ച്. ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ ഹീറ്റ് ഇൻവോൾവ് അണ്ടർ കോൺസ്റ്റന്റ് പ്രഷർ ഇസ് ഈക്വൽ ടു എൻതാൽപ്പി ചേഞ്ച്. ഓർത്ത് വയ്ക്കുക. സൂപ്പർ ഡൂപ്പർ ഇമ്പോർട്ടൻറ്റ്. Heat involved under constant volume is internal energy change. Heat involved under constant pressure is enthalpy change. ഓക്കെ മക്കളെ, കുറേ വരൂടാ കൂട്ടാ ആനിമേ, ഡോൺ വറി കേട്ടോ. അതേപോലെ തന്നെ ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ഉണ്ട്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എൻ സി വി ഡെൽറ്റ ടി ആൻഡ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു എൻ സി പി ഡെൽറ്റ ടി. ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ ഇത് എപ്പോഴും വാലിഡ് ആണ്. നിങ്ങൾ പ്രോസസ്സ് ഏതാണെന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ പ്രോസസ്സ് ഏതാണെന്ന് നോക്കേണ്ട ആവശ്യമേ ഇല്ല. ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ T1 to T2 പോവുകയാണെന്ന് വിചാരിക്കാം. സി വി തന്നിട്ടുണ്ട്, എൻ തന്നിട്ടുണ്ട്, ഡെൽറ്റ യു കണ്ടുപിടിക്കാം. ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ T1 to T2 പോവുകയാണെന്ന് വിചാരിക്കാം. സി പി തന്നിട്ടുണ്ട്, എൻ തന്നിട്ടുണ്ട്, ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കാം. കാര്യം ഡെൽറ്റ എച്ച് ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ഇസ് ഓൾവേസ് എൻ സി പി ഡെൽറ്റ ടി. ഡെൽറ്റ യു ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ഇസ് ഓൾവേസ് എൻ സി വി ഡെൽറ്റ ടി. ഓൾവേസ് എപ്പോഴും. പ്രോസസ്സ് എന്താണെന്ന് പോലും നിങ്ങൾ നോക്കണ്ട. ഓക്കെ, ഓൾവേസ് ഈ രണ്ട് ഫോർമുലാസ് വാലിഡ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. എല്ലാവരും നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അറ്റ് കോൺസ്റ്റന്റ് വോളിയം 4 moles of an ideal gas when heated from 300 Kelvin to 500 Kelvin changes its internal energy by 5000 joules. Internal energy change 5000 joules ആണ്. The molar heat capacity at constant volume is. The molar heat capacity at constant volume is. ഇവിടെയാണ് സർ നേരത്തെ പറഞ്ഞ ഫോർമുല. നമുക്കറിയാം ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ ഡെൽറ്റ യു ക്യാൻ ഓൾവേസ് ബി റിട്ടൺ ആസ് എൻ സി വി ഡെൽറ്റ ടി. ഓക്കെ മക്കളെ, അപ്പോൾ സി വി എത്രയാണ് മക്കളെ? സി വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു ബൈ എൻ ഡെൽറ്റ ടി. ഡെൽറ്റ യു ബൈ എൻ ഡെൽറ്റ ടി. ഡെൽറ്റ യു എത്ര കുട്ടന്മാരെ? 5000 ആണെന്ന് തന്നിട്ടുണ്ട്. എൻ എത്രയുടെ കുട്ടന്മാരെ? 4 ആണെന്ന് തന്നിട്ടുണ്ട്. ഡെൽറ്റ ടി എത്രയാണ് മക്കളെ? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാണ്? 500 - 300 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ബേസിക്കലി 5000 by 800 എന്ന് കിട്ടും. 5000 by 800 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 6.25. 6.25 ആയിരിക്കും ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. കണ്ട, ടക്കുന്ന ആൻസർ കിട്ടും. ഗോട്ട് ഇറ്റ്? ഫൈൻ. ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്യല്ല വേണ്ടത്. ആ ഫോർമുലാസ് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യണമെന്ന് കോൺസെപ്ച്വലി അറിഞ്ഞിരിക്കണം. ഗോട്ട് ഇറ്റ്? ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. For the reaction H2F2 giving you H2 plus F2, delta U is equal to minus 59.6 kilojoules per mole. The enthalpy change for the above reaction is. The enthalpy change കണ്ടുപിടിക്കണം. കെമിക്കൽ റിയാക്ഷൻ്റെ കേസിൽ സാറ് പറഞ്ഞ ഫോർമുല എന്താ? ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ കേസിൽ സാറ് തന്ന ഫോർമുല എന്താ? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ഇൻറ്റു ആർ ടി. അല്ലേ മക്കളെ? ഡെൽറ്റ യു എത്രയാണ് മക്കളെ? മൈനസ് 59.6. ഡെൽറ്റ എൻ ജി എത്രയാണ്? ഡെൽറ്റ എൻ ജി എത്രയാണ് ഇവിടെ പറഞ്ഞത്? ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ഗ്യാസ് മോൾസ് എത്രയാണ്? പ്രോഡക്റ്റ് സൈഡിൽ 2 എണ്ണം ഉണ്ട്, റിയാക്ടൻ സൈഡിൽ 1 എണ്ണമേ ഉള്ളൂ. സോ ഡെൽറ്റ എൻ ജി വിൽ ബി ഈക്വൽ ടു 1 ഇൻറ്റു ആർ എത്രയാണ്? 8.314 ഇൻറ്റു ടി എത്രയാണ് മക്കളെ? ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു 300 to 27 degrees Celsius ഇൻറ്റു 10⁻³ ഞാൻ ചെയ്യും. ഇൻറ്റു 10⁻³ ഞാൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇൻറ്റു 10⁻³ സാർ എന്തിനാണ് ചെയ്യുന്നത്? ഇത് JEE മെയിൻസിൻ്റെ സ്ഥിരം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ ഇൻറ്റു 10⁻³ ചെയ്തതെന്നറിയോ? ഇവിടെ എനിക്ക് വേണ്ട എൻതാൽപ്പി ചേഞ്ച് ഇസ് ഇൻ കിലോ ജൂൾസ് പെർ മോൾ. ഇൻറ്റേർണൽ എനർജി കിലോ ജൂൾസ് പെർ മോളിലാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ആറിൻ്റെ വാല്യൂ 8.314 ജൂൾസ് ആണ്. അപ്പം നിങ്ങൾ ഇത്രയും മാത്രം ചെയ്യുകയാണെങ്കിൽ അത് ജൂൾസിലേ വരുള്ളൂ. ഇപ്പുറത്ത് നമുക്ക് കിലോ ജൂൾസിലാണ് ഡെൽറ്റ യു ഉള്ളത്. അപ്പോൾ എന്തായാലും ഇൻറ്റു 10⁻³ ചെയ്യണം. ഇത് ഓർത്ത് വെക്കുക കേട്ടോ. ആറിൻ്റെ വാല്യൂ 8.314 ആണെങ്കിൽ എപ്പോഴും 10⁻³ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലേ കിലോ ജൂൾസിലേക്ക് മാറുള്ളൂ. ഓക്കെ ഫൈൻ. അപ്രോക്സിമേറ്റ്ലി ഇതിൻ്റെ ആൻസർ കിട്ടാൻ പോകുന്നത് -57.1 ആണ്. -57.1 കിലോ ജൂൾസ് പെർ മോൾ. ഓക്കെ, അപ്പം മൈനസ് കിലോ ജൂൾസ് പെർ മോൾ എന്നല്ല ചോദിച്ചിരിക്കുന്നത്, മൈനസ് കിലോ ജൂൾസ് പെർ മോൾ. സോ ആൻസർ വിൽ ബി 57. -57 കിലോ ജൂൾസ് പെർ മോൾ. ഓക്കേടാ കുട്ടന്മാരെ, മനസ്സിലായല്ലോ മക്കളെ? ഗോട്ട് ഇറ്റ്? നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അഗെയിൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2.4 grams of coal is burnt in a bomb calorimeter in excess of oxygen at 298 Kelvin and 1 atm pressure.
The temperature of the calorimeter rises from 298 Kelvin to 300 Kelvin. The enthalpy change during the combustion of coal is minus x kilojoules per mole. The value of x is. ഇതിന് നിങ്ങൾ ബോം കലോറിമീറ്ററിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം. ഒരു ബോം കലോറിമീറ്ററിൽ എന്തൊക്കെ നടക്കുന്നു, ഒരു ബോം കലോറിമീറ്ററിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, ഒരു ബോം കലോറിമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോൺസ്റ്റന്റ് വോള്യൂം പ്രോസസ്. കോൺസ്റ്റന്റ് വോള്യൂം പ്രോസസ്. ഗോട്ട് ഇറ്റ്? സോ ബേസിക്കലി heat evolved is equal to delta U. കാര്യം എന്താ? ഇപ്പോൾ ഒരു ബോം കലോറിമീറ്ററിൽ യൂഷ്വലി കമ്പഷൻ റിയാക്ഷൻ ആണ് മെഷർ ചെയ്യുക. ഒരു ബോം കലോറിമീറ്റർ ഒരു കോൺസ്റ്റന്റ് വോള്യൂം പ്രോസസ്സാണ്. അപ്പം അതിൽ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഹീറ്റ്, നിങ്ങൾക്കറിയാം കോൺസ്റ്റന്റ് വോള്യൂം പ്രോസസ്സുകളിൽ ഹീറ്റ് ഇൻവോൾവ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു. അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഐസോകോറിക് പ്രോസസ്സുകളിൽ ഹീറ്റ് ഇൻവോൾവ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു. ഓക്കെ മക്കളെ, ഫൈൻ. അപ്പോൾ ഇവിടെ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, ഈ ക്വസ്റ്റ്യനിൽ ഹീറ്റ് ഇൻവോൾവ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു. നമുക്ക് ആദ്യം എല്ലാവരും നോക്കിയേ, ഹീറ്റിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. ഹീറ്റ് ഇസ് ഈക്വൽ ടു ഹീറ്റ് ക്യൂ ഇസ് ഈക്വൽ ടു എത്രയാണെന്ന് നോക്കാം. നമുക്കറിയാം, ബോം കലോറിമീറ്ററിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി തന്നിട്ടുണ്ട്. ബോം കലോറിമീറ്ററിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി 20 എന്ന് തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ ചേഞ്ച് 298 to 300 എന്ന് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം ഹീറ്റ് ഇസ് ഓൾവേസ് ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റു ഡെൽറ്റ ടി. ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റു ഡെൽറ്റ ടി, ദാറ്റ് ഇസ് 20 ഇൻറ്റു ഡെൽറ്റ ടി എത്ര ഇവിടെ വരിക? 2 ആണ് വരിക. 20 ഇൻറ്റു 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 40 വരും. ദിസ് ഇസ് ദ ഹീറ്റ് ഇൻവോൾവ്. ഇതാണ് ഹീറ്റ് ഇൻവോൾവ്. 40 കിലോ ജൂൾസ് ആണ് ഹീറ്റ് ഇൻവോൾവ്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഡെൽറ്റ യു വരുമ്പോൾ ഡെൽറ്റ യു വിൽ ബി ഈക്വൽ ടു -40 എന്ന് ഞാനിടും. അപ്പോൾ നിങ്ങൾ പറയും, സാർ എന്തുകൊണ്ട്? സാറല്ല പറഞ്ഞ ഹീറ്റ് ഈക്വൽ ടു ഡെൽറ്റ യു എന്ന്. മക്കളെ, ഇവിടെ ഈ ഹീറ്റ് എന്ന് പറയുന്നത് ആ കലോറിമീറ്റർ വലിച്ചെടുത്ത ഹീറ്റാണ്. അതായത് നമ്മുടെ സിസ്റ്റം എന്താണ്? റിയാക്ഷൻ, കോള് കത്തുന്ന റിയാക്ഷൻ. ആ സിസ്റ്റം പുറത്തേക്ക് വിട്ട ഹീറ്റ് കലോറിമീറ്റർ വലിച്ചെടുത്തു. അതായത് സറൗണ്ടിങ് വലിച്ചെടുത്തു. അപ്പോൾ സറൗണ്ടിങ്ങിൻ്റെ ഹീറ്റാണ് 40. അതുകൊണ്ടാണ് നിങ്ങൾക്ക് +40 കിട്ടിയത്. ബിക്കോസ് സറൗണ്ടിങ്ങിൻ്റെ പെർസ്പെക്റ്റീവ്, സറൗണ്ടിങ്ങിൻ്റെ രീതിയിൽ കാണുമ്പോൾ ഹീറ്റ് സറൗണ്ടിങ്ങിലേക്ക് വരികയാണ്, കലോറിമീറ്ററിലേക്ക് വരികയാണ്. ആ റിയാക്ഷനിൽ നിന്ന് കലോറിമീറ്ററിലേക്ക് പോവുകയാണ്. അപ്പോൾ കലോറിമീറ്ററിൻ്റെ ഹീറ്റ് 40. അപ്പോൾ റിയാക്ഷൻ്റെ ഹീറ്റ് എത്രയാണ്? -40 ആയിരിക്കും. -40 ആയി. ലോജിക്കലി തന്നെ ആലോചിച്ചാൽ മതി. കമ്പഷൻ റിയാക്ഷനിൽ ഹീറ്റ് ഓഫ് ദ സിസ്റ്റം ഷുഡ് ബി നെഗറ്റീവ് ബിക്കോസ് ഹീറ്റ് ഇസ് ലീവിങ് ദ സിസ്റ്റം. അപ്പോൾ അതാണ് ഡെൽറ്റ യു. ഡെൽറ്റ യു ഇസ് -40. ഡെൽറ്റ യു ഇസ് -40. മനസ്സിലായോ മക്കളെ? ഗോട്ട് ഇറ്റ്? അപ്പോൾ ഡെൽറ്റ എച്ച് എത്രയാണ് മക്കളെ? എല്ലാവരും നോക്കുക. ഡെൽറ്റ എച്ച് എത്രയാണ് വരിക? delta H is equal to delta U plus delta NG RT. ആണല്ലോ മക്കളെ? ഫൈൻ. ഇവിടെ ഡെൽറ്റ എൻ ജി എത്ര വരിക? ഇവിടെ കാർബൺ അല്ലേ, കോൾ ഇസ് ഗെറ്റിംഗ് ബേൺഡ്. ഇതാണ് ഇക്വേഷൻ. C+O2 ഗിവിങ് യു CO2. ഇവിടെ ഗ്യാസ്, ഇവിടെ സോളിഡ്. സോ ഡെൽറ്റ എൻ ജി ഇസ് ഈക്വൽ ടു 0. അതായത് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ വരാൻ പോകുന്നത് -40 ആണ്. -40 കിലോ ജൂൾസ്. അപ്പോൾ നിങ്ങൾ പറയും, സാർ ഇതാണോ ആൻസർ? അല്ല, ഇതല്ല ആൻസർ. പക്ഷെ നമുക്ക് വേണ്ടത് ഡെൽറ്റ എച്ച് -x കിലോ ജൂൾസ് പെർ മോൾ. ഇവിടെ നമുക്ക് ഡെൽറ്റ എച്ച് കിട്ടിയത് -40 കിലോ ജൂൾസ് ആണ്. കാര്യം എന്താണെന്നറിയോ? 2.4 ഗ്രാംസ് കോള് കത്ത് പിടിക്കുന്നുണ്ട്. നമുക്ക് ആൻസർ വേണ്ടത് -x കിലോ ജൂൾസ് പെർ മോളിൽ ആൻസർ വേണം. അപ്പോൾ പെർ മോളിൽ ആൻസർ വേണമെങ്കിൽ ഡെൽറ്റ എച്ച് പെർ മോൾ. ഇത് ടോട്ടൽ ഡെൽറ്റ എച്ച് ആണ്. -40 എന്നുള്ളത് ടോട്ടൽ ഡെൽറ്റ എച്ച് ആണ്. അതായത് 2.4 ഗ്രാം കോള് കത്ത് പിടിച്ചപ്പോഴുള്ള ഡെൽറ്റ എച്ച് പെർ മോൾ എന്ന് പറയുമ്പോൾ -40 ഡിവൈഡഡ് ബൈ 2.4/12 വരും.
കാര്യം എന്താ? 2.4 grams ഓഫ് കോൾ. 2.4 grams ഓഫ് കോൾ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 2.4 grams ഓഫ് കോൾ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 2.4/12 വരും. 2.4/12 വരും. അതായത് കാര്യം കാർബൺ അല്ലേ? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് ബൈ മോളാർ മാസ് ആണല്ലോ മക്കളെ. ഇസ് എ ക്ലിയർ? അപ്പോൾ ഇവിടെ ആൻസർ കിട്ടാൻ പോകുന്നത് -200 ആണ് കേട്ടോ. -200 ആണ് ആൻസർ വരിക. -200 ആണ് ആൻസർ വരിക. മനസ്സിലായല്ലോ കുട്ടന്മാരെ? ഓരോരോ യൂണിറ്റ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടുന്നത് മനസ്സിലായോ? മിക്കവരും ആൻസർ ഇവിടെ അങ്ങോട്ട് നിർത്തും. അവിടെ നിങ്ങൾക്ക് പണി കിട്ടും. ഗോട്ട് ഇറ്റ്? ഫൈൻ. ആ യൂണിറ്റ് നോക്കുക. ഇത് ഇഷ്ടം പോലെ പ്രാവശ്യം ജയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഗോട്ട് ഇറ്റ്? ഓക്കെ. നെക്സ്റ്റ് നമുക്ക് എൻട്രോപ്പിയിലേക്ക് കിടക്കാം. എല്ലാവരും ഒരു ലവോ ഒരു തംസപ്പ് ഇട്ടടാ. ഷോ സം എനർജി ഇൻ ദ ചാറ്റ് ബോക്സ്. കുറച്ച് എനർജി ഇട്ടടാ ചാറ്റ് ബോക്സിൽ. നെക്സ്റ്റ് നമുക്ക് എൻട്രോപ്പിയിലേക്ക് കിടക്കാം. എൻട്രോപ്പി എന്താ കുട്ടന്മാരെ? എൻട്രോപ്പി ഈസ് മെഷർ ഓഫ് റാൻഡംനെസ്. ഒരു സിസ്റ്റത്തിൽ എത്ര റാൻഡംനെസ് ഉണ്ട് എന്ന് മെഷർ ചെയ്യുന്നതാണ് എൻട്രോപ്പി. നിങ്ങൾക്കറിയാം ഗ്യാസ് is more random, liquid is less random, solid is even more random. Randomness എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസോർഡർനെസ്. എൻട്രോപ്പി ചേഞ്ചിൻ്റെ ഇക്വേഷൻ എല്ലാവരും നോക്കിക്കേ. ds is equal to dq reversible by t. ഇതാണ് ds. ഗോട്ട് ഇറ്റ്? അപ്പോൾ നിങ്ങൾ ചോദിക്കും സർ dq റിവേഴ്സിബിൾ എന്ന് വെച്ചാൽ ഹീറ്റ് ഇൻവോൾവ് ഇൻ റിവേഴ്സിബിൾ പ്രോസസ്, അതായത് ഹീറ്റ് എക്സ്ചേഞ്ച് ഇൻ റിവേഴ്സിബിൾ പ്രോസസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സർ അതായത് അപ്പോൾ സാർ പറയുന്നത് എൻട്രോപ്പി ചേഞ്ച് റിവേഴ്സിബിൾ പ്രോസസ്സിൽ മാത്രമേ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണോ? അല്ല മക്കളെ, ഇതാണ് ഫോർമുല. പക്ഷേ ഞാനിപ്പോൾ ഒരു സിസ്റ്റത്തിനെ സ്റ്റേറ്റ് 1-ൽ നിന്ന് സ്റ്റേറ്റ് 2-ലേക്ക് കൊണ്ടുപോയി. ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് വഴി കൊണ്ടുപോയി, ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സ് വഴി കൊണ്ടുപോയി. രണ്ട് പ്രോസസ്സിലും DS സെയിം ആയിരിക്കും, ചേഞ്ച് ഇൻ എൻട്രോപ്പി സെയിം ആയിരിക്കും. കാര്യം എന്താ? എൻട്രോപ്പി സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. ഓക്കെ. അപ്പം നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ ഫോർമുല നമുക്കറിയാം. ഇറിവേഴ്സിബിൾ പ്രോസസ്സിന് എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡയറക്റ്റ് ഫോർമുല ഇല്ല. നിങ്ങൾ അതിനെക്കുറിച്ച് പറയണ്ട. അപ്പം നമ്മൾ എന്താ ചെയ്യുക? റിവേഴ്സിബിൾ പ്രോസസ്സിലെത്തിയാലും ഇറിവേഴ്സിബിൾ പ്രോസസ്സിലെത്തിയാലും DS സെയിം ആണ്, എൻട്രോപ്പി ചേഞ്ചസ് സെയിം ആണ്. കാര്യം സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഫോർമുല ഇട്ടാൽ മതി. അതാണ് ഈ ഫോർമുലയുടെ ഗുണം. ഗോട്ട് ഇറ്റ്? അപ്പോൾ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് എത്രയാണ് വരിക? ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് വിൽ ബി ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് dq റിവേഴ്സിബിൾ ബൈ t. ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് dq റിവേഴ്സിബിൾ ബൈ t. ഓക്കേടാ മക്കളെ? ഇനി സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇത് വെച്ചിട്ട് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് ദാറ്റ് ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ഓഫ് യൂണിവേഴ്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ്. Total entropy change of universe is less than 0 for a non-spontaneous process, and total entropy change is equal to 0 for an equilibrium process. ഒരു spontaneous processന് total entropy change will be greater than 0. അതായത് റാൻഡംനെസ് കൂടും. കാര്യം എന്താണെന്നറിയോ? സിമ്പിളായിട്ട് ഞാനത് പറഞ്ഞുതരാം. പ്രോബബിലിറ്റി ഓഫ് ഡിസോർഡേർഡ് നേച്ചർ ഇസ് മോർ ദാൻ പ്രോബബിലിറ്റി ഓഫ് ഓർഡേർഡ് നേച്ചർ. ഇത് നമ്മുടെ ചുറ്റുവട്ടത്ത് സംഭവിക്കുന്ന സംഭവമാണ്. ഇപ്പം ഞാൻ സിമ്പിളായിട്ട് പറയാം. 4 സ്റ്റുഡൻസിനെ ഹൈറ്റ് ഓർഡറിൽ ഞാൻ നിർത്താൻ പറയുകയാണ് നിങ്ങളോട്. എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ. പക്ഷേ ഈ 4 സ്റ്റുഡൻസിനെ തോന്നിയ ഓർഡറിൽ നിർത്താൻ, റാൻഡം ഓർഡറിൽ നിർത്താനായിട്ട് കുറേ പോസിബിലിറ്റീസ് ഉണ്ട്. അത് തന്നെയാണ് നേച്ചറിൽ നടക്കുന്നത്. There is more possibility, there is more probability for randomness or disorderedness. അതായത് അപ്പോൾ അതുകൊണ്ടാണ് ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ഒരു മോർ ഡിസോർഡേർഡ് സ്റ്റേറ്റിലേക്ക് അത് പോകാൻ താല്പര്യപ്പെടും. കാര്യം പ്രോബബിലിറ്റി ഓഫ് എ ഡിസോർഡേർഡ് സ്റ്റേറ്റ് ഹാപ്പനിങ് ഇസ് മച്ച് മോർ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു കണ്ടെയ്നർ എടുത്തു, അതിൽ 2 ചേംബർ ഉണ്ട്, ചേംബർ 1 ചേംബർ 2. ഓക്കെ, അതിൻ്റെ നടുക്കൊരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്ക് ഞാൻ മാറ്റുകയാണെങ്കിൽ ഈ 2 ഗ്യാസും മിക്സ് ചെയ്യും. നിങ്ങളൊന്നും ചെയ്യണ്ട, 2 ഗ്യാസും മിക്സ് ചെയ്ത് സ്പോണ്ടേനിയസ്ലി മിക്സ് ചെയ്യും. കാര്യം എന്താ? ദർ ഇസ് മോർ പ്രോബബിലിറ്റി ഫോർ റാൻഡംനെസ്. ഇത് ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഓർഡേർഡ് നേച്ചറാണത്. പക്ഷെ അവർ മിക്സ് ചെയ്യുന്ന എന്താ? ദർ ഇസ് മോർ പ്രോബബിലിറ്റി ഫോർ റാൻഡംനെസ്, ദർ ഇസ് മോർ പ്രോബബിലിറ്റി ഫോർ ഡിസോർഡർനെസ് യൂണിവേഴ്സിൽ. അപ്പോൾ ആ 4 പിള്ളേരുടെ എക്സാമ്പിൾ കണ്ടാൽ മതി. ഇത് പ്രോബബിലിറ്റിയുടെ ഒരു കളിയാണ് ഈ എൻട്രോപ്പി, സത്യം പറയുകയാണെങ്കിൽ. പക്ഷേ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എത്തുന്നില്ല. ഇതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇതല്ലാതെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് ഫോർമുലാസ് ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വർക്കിന് ഞാനൊരു മദർ ഫോർമുല തന്നു, പല സിറ്റുവേഷൻസിൽ പല ഫോർമുലയാക്കി. ഇന്റേണൽ എനർജിക്ക് ഞാനൊരു മദർ ഫോർമുല തന്നു, പല സിറ്റുവേഷൻസിൽ പല ഫോർമുലയാക്കി.
എൻതാൽപ്പിക്ക് ഒരു മദർ ഫോർമുല വന്നു, പല പല സിറ്റുവേഷൻസിന് പല പല ഫോമിലേക്ക്. അതേപോലെ തന്നെ എൻട്രോപ്പി ചേഞ്ചിനും ഉണ്ട്. ഇതാണ് മദർ ഫോർമുല. ഓക്കെ, ഇനി എൻട്രോപ്പി ചേഞ്ച് ഓഫ് വേപ്പറൈസേഷൻ ഇസ് ഡെൽറ്റ എച്ച് ഓഫ് വേപ്പറൈസേഷൻ ബൈ ടി ബി. വേപ്പറൈസേഷൻ പ്രോസസ്സിലെ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ബൈ ബോയിലിംഗ് പോയിന്റ്. ടി ബി എന്ന് പറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ്. എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ ഇസ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ബൈ ഫ്രീസിംഗ് പോയിന്റ്. ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ എൻട്രോപ്പി ചേഞ്ചസ് എൻ സി വി ലോഗരിതം ഓഫ് ടി ടു ബൈ ടി വൺ പ്ലസ് എൻ ആർ ലോഗരിതം ഓഫ് വി ടു ബൈ വി വൺ. അതായത് ഒരു ഐഡിയൽ ഗ്യാസ് ടി വൺ ടെമ്പറേച്ചർ വി വൺ വോളിയത്തിൽ നിന്ന് ടി ടു ടെമ്പറേച്ചർ വി ടു വോളിയത്തിലേക്ക് പോവുകയാണെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് ഫോർമുല. ഓക്കെ ആണോ മക്കളെ? അതേപോലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് JEE മെയിൻസിൽ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഫോർ എനി സബ്സ്റ്റൻസ് അണ്ടർഗോയിങ് കോൺസ്റ്റൻറ്റ് പ്രഷർ ടെമ്പറേച്ചർ ചേഞ്ച്. ഏതൊരു സബ്സ്റ്റൻസും ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ ടെമ്പറേച്ചർ ചേഞ്ചിൽ കൂടെ കടന്നു പോവുകയാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു മെറ്റൽ എടുത്തു, അതിനെ ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, മെൽട്ട് ആവുന്നില്ല, ഹീറ്റ് ചെയ്യുന്നു. ആ മെറ്റൽ സോളിഡ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. അത് ടെമ്പറേച്ചർ T1 നിന്ന് ടെമ്പറേച്ചർ T2 പോയി. അതിൻ്റെ എൻട്രോപ്പി ചേഞ്ച് ഇസ് നത്തിങ് ബട്ട് M ഇൻറ്റു S ഇൻറ്റു ലോഗരിതം ഓഫ് T2 ബൈ T1. M മാസ്, S സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ലോഗരിതം ഓഫ് T2 ബൈ T1. അല്ലെങ്കിൽ N ഇൻറ്റു CM ഇൻറ്റു ലോഗരിതം ഓഫ് T2 ബൈ T1. ഇത് ഓർത്ത് വെക്കണം. ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നോ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഇസ് ഹാപ്പനിങ്. നോ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഇസ് ഹാപ്പനിങ്. അതായത് മെൽറ്റിംഗ് നടക്കുന്നില്ല ഈ ഹീറ്റിംഗ് നടക്കുമ്പോൾ. അല്ലെങ്കിൽ സോളിഡ് ലിക്വിഡായി മാറുന്നില്ല, സോളിഡ് തന്നെയായിട്ടാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ലിക്വിഡ് വേപ്പറായിട്ട് മാറുന്നില്ല, ലിക്വിഡ് തന്നെയായിട്ടാണ് ഇരിക്കുന്നത്. അതായത് വെൻ യു ഹീറ്റ് എ സബ്സ്റ്റൻസ് ആൻഡ് ദർ ഇസ് നോ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, ടെമ്പറേച്ചർ മാത്രം കൂടുന്നു. കാര്യം ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഈ ഹീറ്റ് കപ്പാസിറ്റീസിൻ്റെ വാല്യൂ ഒക്കെ മാറും. അതുകൊണ്ടാണ്. അപ്പോൾ വെൻ ദർ ഇസ് എ പ്രോസസ്, ഇത് ജെയിൽ കുറേ പ്രാവശ്യം ചോദിച്ചുള്ള ചോദ്യമാണ്. വെൻ ദർ ഇസ് എ പ്രോസസ് വെർ യു ഹീറ്റ് എ സബ്സ്റ്റൻസ്, ഒരു സബ്സ്റ്റൻസിനെ ഹീറ്റ് ചെയ്യുന്നു, അതിൻ്റെ ടെമ്പറേച്ചർ മാറുന്നു, പക്ഷേ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്നില്ല, ടെമ്പറേച്ചർ T1 to T2 പോവുകയാണെങ്കിൽ ഈ ഫോർമുലാസ് യൂസ് ചെയ്യാം. ഓക്കെ മക്കളെ? അപ്പോൾ മദർ ഫോർമുല ഏതാണ്? ഇതാണ് മദർ ഫോർമുല. ഇത് വെച്ചിട്ട് പല പല സിറ്റുവേഷൻസിൽ പല പല ഫോർമുല. ഇതിപ്പോൾ ഡിറൈവ് ചെയ്ത് ഞാൻ കാണിക്കുന്നില്ല, ഡിറൈവ് ചെയ്ത് ഞാൻ ക്ലാസ്സിൽ കാണിച്ചതാണ്. ഓർത്ത് വയ്ക്കുക. ഇനി നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, എല്ലാവരും നോക്കിക്കേ മക്കളെ. എക്സാമ്പിൾസ് വെയർ എൻട്രോപ്പി ചേഞ്ചസ് ഗ്രേറ്റർ ദാൻ 0. കോമൺ ആയിട്ട് വരുന്ന എക്സാമ്പിൾസ് വെയർ എൻട്രോപ്പി ചേഞ്ചസ് ഗ്രേറ്റർ ദാൻ 0. ഗ്യാസ് ഗ്രേറ്റർ ദാൻ ലിക്വിഡ് ഗ്രേറ്റർ ദാൻ സോളിഡ്. അതായത് സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ എൻട്രോപ്പി ചേഞ്ച് കൂടും, ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ എൻട്രോപ്പി ചേഞ്ച് കൂടും. അതേപോലെ ഡിസൊല്യൂഷൻ പ്രോസസ്, ഒരു സൊല്യൂട്ട് സോൾവെന്റിൽ ഡിസോൾവ് ആകുമ്പോൾ എൻട്രോപ്പി എപ്പോഴും കൂടും. അതേപോലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ആകുമ്പോൾ എൻട്രോപ്പി എപ്പോഴും കൂടും. അതേപോലെ വോള്യൂം ഇൻക്രീസ് ആകുമ്പോൾ എൻട്രോപ്പി കൂടും. ഇത്തരം അതായത് എക്സ്പാൻഷനൊക്കെ നടക്കുമ്പോൾ ജനറലി എൻട്രോപ്പി കൂടും. ഗോഡൻ മക്കളെ, ഇത് ഓർത്ത് വയ്ക്കുക. ഇത് കോമൺ സിറ്റുവേഷൻസ് ആണ് JEE എക്സാമിനേഷന് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ്സസ് ഡെൽറ്റ എസ് ഇസ് നെഗറ്റീവ്? ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ്സസ് ഡെൽറ്റ എസ് ഇസ് നെഗറ്റീവ്? ഡയമണ്ട് ടു ഗ്രഫൈറ്റ്. മക്കളെ, ഡയമണ്ട് ടു ഗ്രഫൈറ്റ്, ഡയമണ്ടിനാണോ കൂടുതൽ സ്ട്രക്ചേർഡ് ഓർഗനൈസ്ഡ് അറേഞ്ച്മെന്റ്, ക്രിസ്റ്റലൈൻ അറേഞ്ച്മെന്റ്, അല്ലെങ്കിൽ ഗ്രഫൈറ്റിനാണോ? ഡയമണ്ടിനാണ്. ഗ്രഫൈറ്റിൽ റാൻഡംനെസ് കൂടുതലാണ്, അതായത് എൻട്രോപ്പി ഈസ് ഇൻക്രീസിങ്. ഡയമണ്ട് ടു ഗ്രഫൈറ്റ് എൻട്രോപ്പി ഈസ് ഇൻക്രീസിങ്. നമുക്കിവിടെ എൻട്രോപ്പി ഡിക്രീസ് ആണ് വേണ്ടത്. N2 ഗ്യാസ് അറ്റ് 1 atm ടു N2 ഗ്യാസ് അറ്റ് 5 atm. അതായത് N2 ഗ്യാസിനെ കംപ്രസ് ചെയ്യാണ്. കംപ്രസ് ചെയ്യുമ്പോൾ എന്താണ്? വോള്യൂം കുറയുന്നു. കംപ്രസ് ചെയ്യുമ്പോൾ എന്താണ്? വോള്യൂം കുറയുന്നു. കംപ്രസ് ചെയ്യുമ്പോൾ എന്താണ്? വോള്യൂം കുറയുന്നു. വോള്യൂം കുറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എൻട്രോപ്പി എസ് ലെസ് ദാൻ 0, ഡെൽറ്റ എസ് എസ് ലെസ് ദാൻ 0. സോ ബേസിക്കലി ആൻസർ വരുന്നത് ബി ആണ്. N2 ഗ്യാസ് അറ്റ് 273 Kelvin ടു N2 ഗ്യാസ് അറ്റ് 300 Kelvin. ടെമ്പറേച്ചർ കൂട്ടുകയാണ്. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റാൻഡംനെസ് ഓബ്വിയസ്ലി കൂടും. കാര്യം മോളിക്യൂൾസ് കൂടുതൽ മോഷൻ കിട്ടും, കൈനറ്റിക് എനർജി കൂടും, എൻട്രോപ്പി കൂടും. H2 ഗ്യാസ് ടു 2H ആറ്റംസ്, അതായത് ഒരു പാർട്ടിക്കിൾ 2 പാർട്ടിക്കിളായിട്ട് മാറുകയാണ്. H2 ഗ്യാസ് 2 ഹൈഡ്രജൻ ആറ്റം ആവുകയാണ്. പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യുന്നു. പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എൻട്രോപ്പി കൂടും. ആകെ ബിയിൽ മാത്രമാണ് എൻട്രോപ്പി കുറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് വളരെ അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ്. The entropy change associated with the conversion of 1 kilogram of ice at 273 Kelvin to water vapor at 383 Kelvin is. ഐസ് 273 കെൽവിനിൽ നിന്ന് ഹീറ്റ് ചെയ്ത് വാട്ടർ വേപ്പർ വരെ എത്തിച്ചു. എത്ര? 353 കെൽവിൻ വാട്ടർ വേപ്പർ വരെ എത്തിച്ചു. അവർ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ഇൻ ദിസ് എൻറ്റയർ പ്രോസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ഇൻ ദിസ് എൻറ്റയർ പ്രോസസ്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ, ലിക്വിഡ്
and water vapor are 4.2 and 2. Heat of liquid fusion and vaporization, അതായത് enthalpy of fusion and enthalpy of vaporization 334 2491 തന്നിട്ടുണ്ട്. പിന്നെ ലോഗറിതം വാല്യൂസും തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുക? ആദ്യം നമുക്ക് കണ്ണടച്ചിട്ട് ഈ പ്രോസസ്സിനെ ഒന്ന് ഇമാജിൻ ചെയ്യാം. കണ്ണടച്ചിട്ടല്ല കേട്ടോ, എല്ലാവരും കണ്ണ് തുറക്കുക. നമ്മൾ ആദ്യം H2O എടുത്തു, സോളിഡ് H2O. ടെമ്പറേച്ചർ എത്രയാണ്? 273 കെൽവിൻ. അതിനെ ഹീറ്റ് ചെയ്ത് H2O ലിക്വിഡ് ആക്കി 273 കെൽവിൻ. അതായത് മെൽറ്റിംഗ് നടന്നു. ഇവിടെ 273 കെൽവിനിൽ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ കൺവേർഷൻ നടക്കും. ടെമ്പറേച്ചർ ചേഞ്ച് നടക്കില്ലല്ലോ. ടെമ്പറേച്ചർ ചേഞ്ച് നടക്കില്ല, ഫ്യൂഷൻ നടക്കും അവിടെ. അതായത് ഐസ് മൊത്തം മെൽട്ടായി. പിന്നെ ഈ ലിക്വിഡ് വാട്ടറിനെ ഞാൻ ഹീറ്റ് ചെയ്ത് ലിക്വിഡ് വാട്ടറെ 373 കെൽവിൻ വരെ എത്തിച്ചു. അത് കഴിഞ്ഞിട്ട് 373 കെൽവിനിൽ അത് ബോയിൽ ചെയ്യാൻ തുടങ്ങും. ഇറ്റ് വിൽ ബിക്കം ഗേഷ്യസ് വാട്ടർ അറ്റ് 373 കെൽവിൻ അല്ലേ. 373 കെൽവിനിൽ അത് ബോയിൽ ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബിക്കം H2O ഗ്യാസ് അറ്റ് 383 കെൽവിൻ. അതായത് H2O ഗ്യാസിനെ വീണ്ടും ഹീറ്റ് ചെയ്ത് 383 കെൽവിനിൽ കൊണ്ടുവന്നെത്തിച്ചു. ഇതിൻ്റെ മൊത്തം എൻട്രോപ്പി ചേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ ഫസ്റ്റ് പ്രോസസ് ഡെൽറ്റ S1, എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ സെക്കൻഡ് പ്രോസസ് ഡെൽറ്റ S2, തേർഡ് പ്രോസസ് ഡെൽറ്റ S3, ഫോർത്ത് പ്രോസസ് ഡെൽറ്റ S4. സാറ് പഠിപ്പിച്ച ഈ ഫോർമുലാസ് ഉണ്ടല്ലോ ഡെൽറ്റ എസിൻ്റെ, അതെല്ലാം ഇവിടെ ആപ്ലിക്കബിൾ ആയിരിക്കും. അത്രയും ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി വേറെ ഒന്നും ചെയ്യേണ്ട ഡെൽറ്റ എസിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട്. ഡെൽറ്റ S1 എന്താണ്? ഫസ്റ്റ് പ്രോസസ് ബേസിക്കലി ഫ്യൂഷൻ പ്രോസസ്സിൽ ഡെൽറ്റ എസ് എൻട്രോപ്പി ചേഞ്ചസ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ബൈ ടെമ്പറേച്ചർ. എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എത്രയാ? 334. എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എത്രയാ? 334. സോ 334 ബൈ ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ് 273 വരും. ഇനി ഡെൽറ്റ S2 എന്താണ്? യു ആർ ഹീറ്റിംഗ് എ ലിക്വിഡ്. ഒരു ലിക്വിഡിനെ 273 കെൽവിനിൽ നിന്ന് 373 കെൽവിൻ എത്തിക്കുന്നു. അതിനുള്ള ഫോർമുല സാർ പറഞ്ഞു തന്നു, ഓർമ്മയുണ്ടോ? അതിനുള്ള ഫോർമുല എന്താണ്? MS ലോഗറിതം ഓഫ് T2/T1. ഓർമ്മയുണ്ടോ മക്കളെ? MS ലോഗറിതം ഓഫ് T2/T1. അതായത് ഇവിടെ മാസ് എത്രയാ? 1 കിലോഗ്രാം ആണ്. പറഞ്ഞിട്ടുണ്ട് ഇവിടെ മാസ് 1 കിലോഗ്രാം ഓഫ് ഐസ് ആണെന്ന്. മാസ് 1. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ലിക്വിഡ് വാട്ടർ എത്രയാ? 4.2 ആണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ലിക്വിഡ് വാട്ടർ എത്രയാ? 4.2 ആണ്. അപ്പോൾ ഇവിടെ 4.2 എടുക്കുക. 4.2 ഇൻറ്റു നാച്ചുറൽ ലോഗറിതം ഓഫ് T2/T1. ഫൈനൽ ടെമ്പറേച്ചർ 373 കെൽവിൻ, ഇനീഷ്യൽ ടെമ്പറേച്ചർ 273 കെൽവിൻ. ഡെൽറ്റ S3 എന്ന് പറയുമ്പോൾ എന്താണ്? വേപ്പറൈസേഷൻ ആണ് സംഭവിക്കുന്നത്. വേപ്പറൈസേഷനിൽ എൻട്രോപ്പി ചേഞ്ച് എത്രയാ? എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ബൈ ബോയിലിംഗ് പോയിന്റ്. എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എത്രയാ? 2491. എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ 2491 ആണ്. അപ്പോൾ 2491 ഡിവൈഡഡ് ബൈ ബോയിലിംഗ് പോയിന്റ്. 2491 ഡിവൈഡഡ് ബൈ ബോയിലിംഗ് പോയിന്റ് എത്ര? 373. അതേപോലെ ഡെൽറ്റ S4 എത്രയാ? ഡെൽറ്റ S4 എന്ന് പറയുമ്പോൾ പ്രോസസ്സ് നോക്കുക. ഡെൽറ്റ S4 എന്ന് പറയുമ്പോൾ വേപ്പറിനെ ഹീറ്റ് ചെയ്ത് ടെമ്പറേച്ചർ കൂട്ടുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, when the phase is not changing but heating is happening. When state is not changing but heating is happening. ഫോർമുല എന്താ? MS ലോഗറിതം ഓഫ് T2/T1. അല്ലേ? ഇവിടെ എസിൻ്റെ വാല്യൂ മാത്രം നോക്കിയാൽ മതി. എസിൻ്റെ വാല്യൂ നേരത്തെ എടുത്ത വാല്യൂ അല്ല. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ വേപ്പർ എടുക്കണം. കാര്യം ഇവിടെ വാട്ടർ വേപ്പറാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ വേപ്പർ 2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ഇൻറ്റു നാച്ചുറൽ ലോഗറിതം ഓഫ് 383 ബൈ 373 കിട്ടും. ഇനി എന്താ ചെയ്യേണ്ട മക്കളെ? ഇനി വാട്ട് ഇസ് ദ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച്? ടോട്ടൽ എൻട്രോപ്പി ചേഞ്ചസ് ഡെൽറ്റ S1 പ്ലസ് ഡെൽറ്റ S2 പ്ലസ് ഡെൽറ്റ S3 പ്ലസ് ഡെൽറ്റ S4. ഞാനിപ്പോൾ കാൽക്കുലേഷൻ കാണിക്കുന്നില്ല മക്കളെ. നിങ്ങൾക്കറിയാം ഇവിടെ ലോഗറിതം വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ലോഗറിതം 373 തന്നിരിക്കുന്നത്, ലോഗറിതം 383 തന്നിരിക്കുന്നത്, ലോഗറിതം 273 തന്നിരിക്കുന്നത്. കണ്ടോ? ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വാല്യൂസ് ലോഗറിതത്തിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും മക്കളെ. സോ ഞാനിപ്പോൾ തൽക്കാലം അതിവിടെ കാണിക്കുന്നില്ല. നിങ്ങളുടെ ഫൈനൽ ആൻസർ വരാൻ പോകുന്നത് 9.26 ആണ്. 9.26 ആണ്. ഓക്കെ, ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുക്കാൻ കാര്യം ഇറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇൻ എൻട്രോപ്പി.
വൺ ഓഫ് ദ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇൻ എൻട്രോപ്പി ആണിത്. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്. കാര്യം എല്ലാ ഫോർമുലാസും ഉള്ള ഒരേ ഒരു ക്വസ്റ്റ്യൻ 2020 or 19 എന്തോ ചോദിച്ച ചോദ്യമാണ് എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ. നെക്സ്റ്റ് നമുക്ക് ഗിബ്സ് എനർജിയിലേക്ക് കിടക്കാം. ഗിബ്സ് എനർജി എന്താ മക്കളെ? G is equal to H minus Ts. അപ്പോൾ ഡെൽറ്റ G എന്താണ്? ഡെൽറ്റ H മൈനസ് ഡെൽറ്റ ഓഫ് Ts. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, ഈ ഫോർമുല ഇതാണ് മദർ ഫോർമുല. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഡെൽറ്റ G becomes ഡെൽറ്റ H മൈനസ് T ഡെൽറ്റ S. ഈ ഡെൽറ്റ ജിയുടെ ഉപയോഗം എന്താണെന്നറിയോ? സ്പോണ്ടേനിയസ് പ്രോസസ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും. Delta G is less than 0 for spontaneous process. Okay? Delta G is greater than 0 for non-spontaneous process. And for equilibrium process, delta G equal to 0. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ സ്പോണ്ടേനിയസ് പ്രോസസ് ആണോ എന്ന് അറിയാൻ നമുക്ക് ഓൾറെഡി എൻട്രോപ്പി ചേഞ്ച് ഇല്ലേ, പിന്നെ എന്തിനാണ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ചിൻ്റെ ഉപയോഗം? മക്കളെ, ഇവിടെ ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ചസ് ഓഫ് ദ സിസ്റ്റം, ഇതൊരു സിസ്റ്റം പ്രോപ്പർട്ടിയാണ്. എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ യൂണിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമാണ് സ്പോണ്ടേനിയസ് ആണോ അല്ലയോ എന്ന് മനസ്സിലാവാൻ പറ്റുള്ളൂ. എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ യൂണിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമാണ് സ്പോണ്ടേനിയസ് പ്രോസസ് ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. അതിന് എൻട്രോപ്പി ചേഞ്ച് ഓഫ് സിസ്റ്റവും സറൗണ്ടിങ്ങും വേണം. പക്ഷെ സറൗണ്ടിങ് മിക്കപ്പോഴും നമ്മുടെ കൺട്രോളിലല്ല. ഈ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ യൂണിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അതുകൊണ്ടാണ് മോർ ഫീസിബിൾ വൺ ഇസ് ഡെൽറ്റ ജി. ആൻഡ് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, ഒരു ചെറിയ ഫോർമുല ഉണ്ട് മക്കളെ. Delta G is equal to minus T temperature into delta S of universe. ഓക്കെ മക്കളെ, ഇത് ഓർത്ത് വയ്ക്കാം. അതുകൊണ്ട് തന്നെയാണ് ഡെൽറ്റ എസ് ഓഫ് യൂണിവേഴ്സ് പോസിറ്റീവ് ആകുമ്പോൾ ഡെൽറ്റ ജി നെഗറ്റീവ് ആവും, ഡെൽറ്റ എസ് ഓഫ് യൂണിവേഴ്സ് നെഗറ്റീവ് ആകുമ്പോൾ ഡെൽറ്റ ജി പോസിറ്റീവ് ആവും. ഗോട്ട് ഇറ്റ്? മനസ്സിലായല്ലോ മക്കളെ? ഇനി നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് ഫോർമുലാസ് ഉണ്ട്. ആക്ച്വൽ വാല്യൂ ഓഫ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ചസ്. ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് അറ്റ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് 1 atm പ്രഷറാണ്. ഓക്കെ, പ്ലസ് ആർ ടി നാച്ചുറൽ ലോഗരിതം ഓഫ് ക്യൂ. ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ കോഷ്യൻ്റ് ആണ്. ഗോട്ട് ഇറ്റ്? ഇത് തന്നെ ഇക്വിലിബ്രിയം സിറ്റുവേഷൻ എടുക്കുമ്പോൾ എന്ത് പറ്റും? ഡെൽറ്റ ജി 0 ആവും, ക്യൂ ഈക്വൽ ടു കെ ആവും. റീഅറേഞ്ച് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല കിട്ടും. ഡെൽറ്റ ജി നോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് ആർ ടി ഇൻറ്റു നാച്ചുറൽ ലോഗരിതം ഓഫ് കെ. ഇത് ലോഗരിതത്തിൻ്റെ എക്സ്പ്രഷൻ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് കെ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഡെൽറ്റ ജി നോട്ട് ബൈ ആർ ടി. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇസ് ഇ റേസ് ടു മൈനസ് ഡെൽറ്റ ജി നോട്ട് ബൈ ആർ ടി. ഇതിൽ നിന്ന് കുറച്ച് റിസൾട്ടുകളുണ്ട്. ഡെൽറ്റ ജി നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ കെ വിൽ ബി ലെസ് ദാൻ 1. നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഡെൽറ്റ ജി നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇത് ലെസ് ദാൻ 1 ആവും. ഡെൽറ്റ ജി നോട്ട് ലെസ് ദാൻ 0 ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ് വാല്യൂ വരും. സോ ഇ റേസ് ടു പോസിറ്റീവ് വാല്യൂ കെ വിൽ ബി ഗ്രേറ്റർ ദാൻ 1. അതേപോലെ ഡെൽറ്റ ജി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ കെ ഇസ് ഈക്വൽ ടു 1. ഓർത്ത് വയ്ക്കാം. ഓക്കെ മക്കളെ, ഫൈൻ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ തരാം. ഈ അടുത്തുള്ള ജെയിൽ ചോദിച്ച ചോദ്യമാണ്. ഫോർ ദ കെമിക്കൽ റിയാക്ഷൻ എക്സ് ഗിവിംഗ് യു വൈ, ദ സ്റ്റാൻഡേർഡ് റിയാക്ഷൻ ഗിബ്സ് എനർജി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ടി ആസ് ഡെൽറ്റ ജി നോട്ട് ഇസ് ഈക്വൽ ടു 120 മൈനസ് 3/8 ടി. Delta G naught is equal to 120 minus 3/8 into temperature. The major component of the reaction mixture at temperature T is. മക്കളെ, മേജർ കോമ്പണൻറ്റ് അറിയണമെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് നോക്കിയാൽ പോരെ. ഈ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എത്രയാണ്? കോൺസെൻട്രേഷൻ ഓഫ് വൈ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എക്സ് അല്ലേ? ഇപ്പോൾ കെ ലെസ് ദാൻ 1 ആണെങ്കിൽ മേജർ കോമ്പണൻറ്റ് വിൽ ബി എക്സ്. സമ്മതിച്ചോ? ഇപ്പോൾ ഈ റേഷ്യോ നോക്കിയാൽ മതി അല്ലേ? കെ ലെസ് ദാൻ 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ വൈ. മേജർ കോമ്പണൻറ്റ് എക്സ് ആയിരിക്കും. കെ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ മേജർ കോമ്പണൻറ്റ് വൈ ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം ഡെൽറ്റ ജി നോട്ട് ഇസ് ഈക്വൽ ടു 120 മൈനസ് 3/8 ഇൻറ്റു ടി ആണല്ലോ മക്കളെ. അപ്പം നമുക്ക് നോക്കണം, ഓരോ ടെമ്പറേച്ചർ ഇട്ട് നോക്കിയിട്ട് ഡെൽറ്റ ജി നോട്ടിൻ്റെ വാല്യൂ നോക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ടെമ്പറേച്ചർ 300 ഇടുകയെന്ന് വിചാരിക്കുക. ടെമ്പറേച്ചർ 300 ഇടുമ്പോൾ നമുക്ക് 120 മൈനസ് 3/8 ഇൻറ്റു 300 കിട്ടും. 3/8 ഇൻറ്റു 300 ഇത് ചെയ്യുമ്പോൾ ദിസ് ഇസ് ആക്ച്വലി ഗ്രേറ്റർ ദാൻ 0. അതായത് ഡെൽറ്റ ജി നോട്ട് ഇസ് ഗ്രേറ്റർ ദാൻ 0. ഡെൽറ്റ ജി നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്കറിയാം കെ ഇസ് ലെസ് ദാൻ 1. കെ ലെസ് ദാൻ 1 ആവും. കെ ലെസ് ദാൻ 1 ആണെങ്കിൽ എക്സ് ആണ് മേജർ കോമ്പണൻറ്റ്. പക്ഷേ ഇവിടെ വൈ എന്നാണ് കൊടുത്തിരിക്കുന്നത്.
They are telling y is the major component if temperature equal to 300. അല്ല, x is the major component if temperature equal to 300. അതേപോലെ ഓരോന്നിട്ട് നോക്കണം മക്കളെ. നിങ്ങൾക്ക് ഫൈനൽ ആൻസർ ഇത് കിട്ടും. ദിസ് ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. എക്സ് ഇസ് ദ മേജർ കോമ്പണൻറ്റ് ഇഫ് ടെമ്പറേച്ചർ ഈക്വൽ ടു 315. കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ഡെൽറ്റ ജി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. 120 മൈനസ് 3/8 ഇൻറ്റു 315. 120 മൈനസ് 3/8 ഇൻറ്റു 315. ഇതിൻ്റെ വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ 0. ഇതിൻ്റെ വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? കെ എസ് ലെസ് ദാൻ 1. അതായത് എക്സ് ഇസ് ദ മേജർ കോമ്പണൻറ്റ്. അത് കറക്റ്റാണ്. ഗോട്ട് ഇറ്റ്? ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ മക്കളെ? ഗോട്ട് ഇറ്റ്? ഈ ക്വസ്റ്റ്യനിൽ ഉദ്ദേശിക്കുന്നത് ഓരോ ടെമ്പറേച്ചർ തരുമ്പോഴും അവിടെ മേജർ കോമ്പണൻറ്റ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ടെമ്പറേച്ചർ 300 ആണെങ്കിൽ മേജർ കോമ്പണൻറ്റ് വൈ ആണോ? അല്ല. മേജർ കോമ്പണൻറ്റ് എങ്ങനെയാണ് നോക്കുക? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് നോക്കിയാൽ മതി. കെ ഈക്വൽ ടു വൈ ബൈ എക്സ്. കെ ലെസ് ദാൻ 1 ആണെങ്കിൽ എക്സ് ആണ് മേജർ കോമ്പണൻറ്റ്. കാര്യം ഡിനോമിനേറ്റർ ആയിരിക്കും കൂടുതൽ. കെ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ വൈ ആണ് മേജർ കോമ്പണൻറ്റ്. കാര്യം ന്യൂമറേറ്റർ ആണ് കൂടുതൽ. അങ്ങനെ നോക്കുക. ഓക്കേടാ മക്കളെ? ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റാൻഡേർഡ് റിയാക്ഷൻ, ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദ സ്റ്റാൻഡേർഡ് റിയാക്ഷൻ ഗിവ്സ് എനർജി ഫോർ എ കെമിക്കൽ റിയാക്ഷൻ അറ്റ് ആൻ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ടി ഇസ് ഗിവൺ ബൈ ഡെൽറ്റ ജി നോട്ട് ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ടി where A and B are non-zero constants. നമുക്ക് ഇക്വേഷൻ കണ്ടാൽ തന്നെ അറിയാം A is enthalpy, B is entropy. അല്ലേ? കാര്യം എന്താ? നമുക്കറിയാം ഡെൽറ്റ ജി നോട്ടിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡെൽറ്റ എച്ച് നോട്ട് മൈനസ് ടി ഡെൽറ്റ എസ് നോട്ട്. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്സിലെ എൻതാൽപ്പി, സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലെ എൻട്രോപ്പി. അപ്പോൾ ഇവിടെ എ എന്താണ്? ഡെൽറ്റ എച്ച് നോട്ടാണ്. ബി എന്താണ്? ഡെൽറ്റ എസ് നോട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. എക്സോതേർമിക് ഇഫ് ബി ഇസ് ലെസ് ദാൻ 0. മക്കളെ, ബി എൻട്രോപ്പിയാണ്. ഒരു റിയാക്ഷൻ എൻഡോതേർമിക് ആണോ എക്സോതേർമിക് ആണോ എന്ന് നിശ്ചയിക്കുന്നത് ഡെൽറ്റ എച്ച് ആണ്. ഡെൽറ്റ എസ് അല്ല, ഡെൽറ്റ എച്ച് ആണ് നിശ്ചയിക്കുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. എൻഡോതേർമിക് ഇഫ് എ ഗ്രേറ്റർ ദാൻ 0. കറക്റ്റാ? കാര്യം എ എന്താണ്? ഡെൽറ്റ എച്ച് നോട്ട് ആണ്. ഡെൽറ്റ എച്ച് നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ റിയാക്ഷൻ എൻഡോതേർമിക് ആണ്. റിയാക്ഷൻ എൻഡോതേർമിക് ആണ്. അത്രേ ഉള്ളൂ. മനസ്സിലായോ കുട്ടന്മാരെ? ഇസ് എ ക്ലിയർ? ഓക്കെ ആണോ? നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻസ് ആർ കറക്റ്റ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻസ് ആർ കറക്റ്റ്? ഇതിൽ ഏത് റിലേഷൻസ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഡെൽറ്റ ഈക്വൽ ടു ക്യൂ പ്ലസ് പി ഡബ്ല്യു, പി ഡെൽറ്റ വി. അത് തെറ്റാ. കാര്യം എന്താ? നമുക്കറിയാം ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഈ ഡബ്ല്യൂയുടെ വാല്യൂ എന്നുള്ളത് മൈനസ് പി ഡെൽറ്റ വി ആണ്. പി ഡെൽറ്റ വി അല്ല, മൈനസ് പി ഡെൽറ്റ വി ആണ്. പി ഡെൽറ്റ വി അല്ല, മൈനസ് പി ഡെൽറ്റ വി. സോ ദിസ് ഇസ് റോങ്. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇത് കറക്റ്റാ. ഡെൽറ്റ എസ് ഈക്വൽ ടു ക്യൂ റിവേഴ്സിബിൾ ബൈ ടി. ഇത് കറക്റ്റാ. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു മൈനസ് ഡെൽറ്റ എൻ ആർ ടി. ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി അല്ലേ? ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി അല്ലേ? സോ ബേസിക്കലി ഇതിൽ കറക്റ്റായിട്ട് വരുന്നത് ബിയും സിയും മാത്രമേ ഉള്ളൂ. ഇത് തെറ്റാണ്. ബി ആൻഡ് സി ഇസ് ദ കറക്റ്റ് വൺ. മനസ്സിലായ കൂട്ടന്മാരെ? ഫൈൻ. നെക്സ്റ്റ് നമുക്ക് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻസിലേക്ക് എത്താം. തെർമോ കെമിസ്ട്രി. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ ആർ ഗിവിങ് യു പി. അതിൻ്റെ എൻതാൽപ്പി നെഗറ്റീവ് ആണെങ്കിൽ അതൊരു എക്സോതേർമിക് റിയാക്ഷനാണ്. അതിൻ്റെ എൻതാൽപ്പി പോസിറ്റീവ് ആണെങ്കിൽ അത് എൻഡോതേർമിക് റിയാക്ഷനാണ്. നമുക്കറിയാം. ആ റിയാക്ഷനെ നമ്മൾ എൻ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എൻതാൽപ്പി ഓൾസോ ഗെറ്റ്സ് മൾട്ടിപ്ലൈഡ് ബൈ എൻ. ആ റിയാക്ഷനെ റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ എൻതാൽപ്പി വിൽ ബി നെഗറ്റീവ്. ഒരു റിയാക്ഷനെ റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ എൻതാൽപ്പി വിൽ ബി നെഗറ്റീവ്. രണ്ട് റിയാക്ഷൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ the resultant enthalpy will be sum of individual enthalpies. അല്ലേ? ആദ്യത്തെ റിയാക്ഷൻ്റെ ഇതാണ് എൻതാൽപ്പി. രണ്ടാമത്തെ റിയാക്ഷൻ്റെ ഡെൽറ്റ എച്ച് ആർ 2 ആണ്. സം ഓഫ് ദ റിയാക്ഷൻ്റെ രണ്ടും ആഡ് ചെയ്താൽ കിട്ടും. ഇതാണ് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് എൻതാൽപ്പീസ് അല്ലേ? ഇതേപോലെ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, എൻതാൽപ്പി ഓഫ് എനി റിയാക്ഷൻ is sum of formation enthalpies of products minus sum of formation enthalpies of reactants. അത് തന്നെ ബോണ്ട് എൻതാൽപ്പീസിന്റെ രൂപത്തിൽ എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് റിയാക്ടൻസ് മൈനസ് സം ഓഫ് ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് പ്രോഡക്ട്സ്. അത് തന്നെ കമ്പഷൻ എൻതാൽപ്പീസിന്റെ രൂപത്തിൽ എഴുതാം. ഇറ്റ് ഈസ് സം ഓഫ് കമ്പഷൻ എൻതാൽപ്പീസ് ഓഫ് റിയാക്ടൻസ് മൈനസ് സം ഓഫ് കമ്പഷൻ എൻതാൽപ്പീസ് ഓഫ് പ്രോഡക്ട്സ്. ഇത് മൂന്നും ഓർത്ത് വെക്കണം.
ഗോട്ട് ഇറ്റ്? അതേപോലെ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു ലാറ്റിസ് എൻതാൽപ്പി പ്ലസ് ഹൈഡ്രേഷൻ എൻതാൽപ്പി. കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു സൊല്യൂട്ട് സോൾവെൻറ്റിലിടുമ്പോൾ ഇപ്പോൾ NaCl സോൾവെൻറ്റിലിട്ടു, ആ NaCl ആദ്യം പൊട്ടിക്കണം. NaCl ആദ്യം പൊട്ടിക്കണം, അതിന് ലാറ്റിസ് എൻതാൽപ്പി വേണം. പിന്നെ NaCl ഗെറ്റ്സ് ഹൈഡ്രേറ്റഡ്, എന്നാലേ സൊല്യൂഷൻ ഫോം ചെയ്യുള്ളൂ. അപ്പോൾ ഒരു സൊല്യൂഷൻ ഫോം ചെയ്യാനുള്ള 2 സ്റ്റെപ്പ് ഏതാ? NaCl പൊട്ടിക്കണം, അയണിക് കോമ്പൗണ്ടിനെ പൊട്ടിക്കണം, അതിന് ലാറ്റിസ് എൻതാൽപ്പി വേണം, പിന്നെ ഹൈഡ്രേഷൻ നടക്കണം. അതുകൊണ്ടാണ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ഇസ് ലാറ്റിസ് എൻതാൽപ്പി പ്ലസ് ഹൈഡ്രേഷൻ. അതേപോലെ തന്നെ എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ ഇസ് ഈക്വൽ ടു -57.1 ഫോർ when one equivalent of strong acid reacts with one equivalent of strong base. ഒരു equivalent of strong acid ഒരു equivalent of strong base ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉള്ള എൻതാൽപ്പിയാണ് -57.1. നേരെ മറിച്ച് വീക്ക് ആസിഡ് പ്ലസ് സ്ട്രോങ് ബേസ്, സ്ട്രോങ് ആസിഡ് പ്ലസ് വീക്ക് ബേസ്, വീക്ക് ആസിഡ് പ്ലസ് വീക്ക് ബേസിൻ്റെ ഒക്കെ സിറ്റുവേഷനിൽ എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ വിൽ ബി -57.1 പ്ലസ് എക്സ്. ഈ എക്സ് എന്താണെന്നറിയോ? ഈ എക്സ് എന്ന് പറയുന്നത് ഈ വീക്ക് ആസിഡ് അല്ലെങ്കിൽ ആ വീക്ക് കോമ്പണൻസിനെ ബ്രേക്ക് ചെയ്യാനുള്ള എക്സ്ട്രാ എനർജിയാണ്. കാര്യം ഒരു സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും വൺ ഇക്വലന്റ് ഓഫ് സ്ട്രോങ് ആസിഡ് റിയാക്ട്സ് വിത്ത് വൺ ഇക്വലന്റ് ഓഫ് സ്ട്രോങ് ബേസ് എന്ന് പറയുമ്പോൾ അതിലാകെ നടക്കുന്ന റിയാക്ഷൻ H+ റിയാക്ട്സ് വിത്ത് OH- ആണ്. ഇപ്പോൾ ഒരു HCl അത് ഓൾറെഡി പൊട്ടിയിട്ടിരിക്കുകയാണ്, H+ Cl- റിയാക്ട്സ് വിത്ത് NaOH. അതിൽ ആ H+ കമ്പൈൻസ് വിത്ത് OH- ടു ഗിവ് H2O. ബാക്കിയൊന്നും നടക്കുന്നില്ല, വേറെ ഒരു കോമ്പിനേഷൻ അവിടെ നടക്കുന്നില്ല. ബാക്കിയെല്ലാം അയോൺസ് ആയിട്ട് തന്നെ അവിടെ ഇരിക്കും. പക്ഷേ ഒരു വീക്ക് കോമ്പോണന്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ CH3COH റിയാക്ട് വിത്ത് NaOH, അതിലാദ്യം CH3COH പൊട്ടിക്കണം. കാര്യം CH3COH വീക്ക് ആസിഡാണ്. സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ ഓൾറെഡി പൊട്ടി നിൽക്കും, പക്ഷെ ഇവിടെ വീക്ക് ആസിഡ് ആയതുകൊണ്ട് അതിനെ പൊട്ടിക്കണം. അതുകൊണ്ട് എക്സ്ട്രാ എക്സ് എമൗണ്ട് ഓഫ് എനർജി വേണ്ടി വരും. ഗോട്ട് ഇറ്റ്? ഫൈൻ. എല്ലാവരും നോക്കിക്കേ മക്കളെ, ഇത് സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ തരാം. HCl പ്ലസ് NaOH ഗിവിങ് യു NaCl പ്ലസ് H2O. ഡെൽറ്റ H -57.3 ആണ്. അതേപോലെ CH3COH പ്ലസ് NaOH, CH3COH പ്ലസ് NaOH ഗിവിങ് യു CH3CONa പ്ലസ് H2O. അതിന് ഡെൽറ്റ H -55.3 ആണ്. അവർ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ എൻതാൽപ്പി ഓഫ് അയണൈസേഷൻ ഓഫ് അസറ്റിക് ആസിഡ്. എൻതാൽപ്പി ഓഫ് അയണൈസേഷൻ ഓഫ് അസറ്റിക് ആസിഡ് നമുക്കറിയാം, നമ്മളിപ്പോൾ കണ്ടുള്ളൂ മക്കളെ. Enthalpy of neutralization of a weak acid plus strong base is -57.1 plus x. അതിൽ ആ എക്സ് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എക്സ് ഇസ് ദ എനർജി റിക്വയർഡ് ടു അയോണൈസ് ദ വീക്ക് കോമ്പണൻറ്റ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും? ഇവിടെ 57.3 ആണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. എക്സിൻ്റെ വാല്യൂ വിൽ ബി 2. കണ്ടോ? ദാറ്റ് എക്സ് ഇസ് ദ എനർജി റിക്വയർഡ് ടു അയോണൈസ് ദി അസറ്റിക് ആസിഡ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ അപ്പോൾ ഇവിടെ വീക്ക് ആസിഡും വീക്ക് ബേസും ഉണ്ടെങ്കിൽ, ഇവിടെ വീക്ക് ആസിഡും വീക്ക് ബേസും ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ് വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ എക്സ് വാല്യൂ എന്ന് വെച്ചാൽ ദാറ്റ് എക്സ് വാല്യൂ ഇസ് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് ബോത്ത് ദ വീക്ക് കോമ്പണൻറ്റ്സ്. ഇപ്പോൾ ഒരു വീക്ക് കോമ്പണൻറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ എക്സ് വാല്യൂ ഇസ് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് ദാറ്റ് വീക്ക് കോമ്പണൻറ്റ്. പക്ഷേ രണ്ടും വീക്ക് ആണെങ്കിൽ എക്സ് ഇസ് ദ ടോട്ടൽ എനർജി റിക്വയർഡ് ടു ബ്രേക്ക് ദി ആസിഡ് ആസ് വെൽ ആസ് ദ ബേസ്. മനസ്സിലാക്കുക. ഓക്കെ ആണോ മക്കളെ? ഗോട്ട് ഇറ്റ്? നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. എല്ലാവരും നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. When 600 milliliter of 0.2 molar HNO3 is mixed with 400 milliliter of 0.1 molar NaOH solution in a flask, the rise in temperature of the flask is. The rise in temperature of the flask is. Enthalpy of neutralization 57 എന്ന് തന്നിട്ടുണ്ട്. Specific heat of water 4.2 എന്ന് തന്നിട്ടുണ്ട്. Neglect heat capacity of flask എന്ന് തന്നിട്ടുണ്ട്. മക്കളെ ഇവിടെ ഒരു മിനിറ്റ് മക്കളെ, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണം മക്കളെ, ഞാനിപ്പോൾ വരാം. പോലെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണം.
ഓക്കെ, നോക്കുക മക്കളെ, ഇവിടെ നമുക്കുള്ളത് HNO3. ശ്രദ്ധിക്കുക കേട്ടോ, ഇതൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. നമുക്കുള്ളത് HNO3 NaOH. എത്ര HNO3 ഉണ്ട്? 600 മില്ലി ലിറ്റർ 0.2 മോളാർ HNO3. അതേപോലെ എത്ര NaOH ഉണ്ട്? 400 മില്ലി ലിറ്റർ 0.1 മോളാർ NaOH. 600 മില്ലി ലിറ്റർ 0.2 മോളാർ HNO3 എന്ന് പറയുമ്പോൾ മില്ലിമോൾസ് എത്ര വരും? 120 മില്ലിമോൾസ് വരും. 120 മില്ലിമോൾസ് എന്ന് പറയുമ്പോൾ 120 to 10⁻³ മോൾസ് അല്ലേ? മില്ലിമോൾസ് എന്ന് പറയുമ്പോൾ മില്ലി ലിറ്റർ ഇൻറ്റു മൊളാരിറ്റി, അത് തന്നെ മോൾസ് ആക്കുമ്പോൾ ഇൻറ്റു 10⁻³ ചെയ്യണം. ഇവിടെ എത്ര മില്ലിമോൾസ് വരും? 40 ഇൻറ്റു 10⁻³ 40 മില്ലിമോൾസ് വരും. അതായത് 40 ഇൻറ്റു 10⁻³ മോൾസ്. ഇത് തന്നെ ഇക്വിവലൻറ്റിൻ്റെ കേസിൽ കാണുകയാണെങ്കിൽ ദിസ് വിൽ ബി 120 ഇൻറ്റു 10⁻³ ഇക്വിവലൻസ് ആൻഡ് ദിസ് വിൽ ബി 40 ഇൻറ്റു 10⁻³ ഇക്വിവലൻസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ അതെങ്ങനെയാണ് സാറേ? നിങ്ങൾക്കറിയാം നമ്പർ ഓഫ് ഇക്വിവലൻസസ് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു എൻ ഫാക്ടർ. ഇതിൻ്റെ രണ്ടിൻ്റെ എൻ ഫാക്ടർ 1 ആണ്. HNO3യുടെ എൻ ഫാക്ടർ 1, NaOHൻ്റെ എൻ ഫാക്ടർ 1. അപ്പോൾ നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് HNO3 is 120 ഇൻറ്റു 10⁻³ നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് NaOH is 40 ഇൻറ്റു 10⁻³. അതായത് NaOH ലിമിറ്റിംഗ് റിയേജൻ്റ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ രണ്ടിൻ്റെയും ഇക്വലൻസ് സെയിം ആയിരിക്കണം അല്ലേ? നമ്പർ ഓഫ് ഇക്വലൻസ് ഷുഡ് ബി സെയിം. പക്ഷേ ഇവിടെ NaOH ലിമിറ്റിംഗ് റിയേജൻ്റ് ആണ്. ഒരു മിനിറ്റ് മക്കളെ, സോറിടാ, ഒരു മിനിറ്റ്. എല്ലാവരും നോക്കുക, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക. HNO3യുടെ 600 മില്ലി ലിറ്റർ ഉണ്ട്, 0.2 മോളാർ ഉണ്ട് അല്ലേ? 600 മില്ലി ലിറ്റർ 0.2 മോളാർ. അപ്പോൾ മില്ലിമോൾസ് എത്രയാണ്? മില്ലി ലിറ്റർ ഇൻറ്റു മൊളാരിറ്റി, അതായത് 120 മില്ലിമോൾസ്. 120 മില്ലിമോൾസ് എന്ന് പറയുമ്പോൾ 120 ഇൻറ്റു 10⁻³ മോൾസ്. അതേപോലെ NaOHൻ്റെ നമുക്ക് 40 ഇൻറ്റു 10⁻³ മോൾസ് എന്ന് കിട്ടും. ഇത് തന്നെ ഇക്വലൻസിലേക്ക് ആക്കണം അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാർ എന്തിനാണ് ഇക്വലൻസിലേക്ക് ആക്കേണ്ടത്? ഞാൻ പറഞ്ഞുതരാം. ഇക്വലൻസിലേക്ക് ആക്കുമ്പോൾ 120 ഇൻറ്റു 10⁻³ ഇക്വലൻസ് ഓഫ് HNO3യും 40 ഇൻറ്റു 10⁻³ ഇക്വലൻസ് ഓഫ് NaOHയും കിട്ടും. കാര്യം നമ്പർ ഓഫ് ഇക്വലൻസസ് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു എൻ ഫാക്ടർ. രണ്ടിൻ്റെ എൻ ഫാക്ടർ 1 ആണ്. HNO3യുടെ 1, NaOHൻ്റെ 1. ഇവിടെ നമുക്ക് NaOH ലിമിറ്റിംഗ് റിയേജൻ്റ് ആണെന്ന് മനസ്സിലാവും. കാര്യം എന്താ? നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് NaOH ഇസ് ലെസ്സർ. ഇപ്പോൾ സ്റ്റോക്കിയോമെട്രിക് ആസ് ഇൻ കംപ്ലീറ്റ് റിയാക്ഷൻ ആണെങ്കിൽ നമ്പർ ഓഫ് ഇക്വലൻസ് സെയിം ആയിരിക്കണം. ഇവിടെ നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് NaOH ഇസ് ലെസ്സർ. അപ്പോൾ ശരിക്കും റിയാക്ഷനിൽ നടക്കാൻ പോകുന്നത് എന്താ? 40 ഇൻറ്റു 10⁻³ ഇക്വലൻസ് ഓഫ് NaOH വിൽ റിയാക്ട് വിത്ത് 40 ഇൻറ്റു 10⁻³ ഇക്വലൻസ് ഓഫ് HNO3. ഇതാണ് ശരിക്കും നടക്കാൻ പോകുന്നത്. ബാക്കിയുള്ള HNO3 അവിടെ എക്സസ് ആണ്. നമുക്കറിയാം when one equivalent of acid reacts with one equivalent of base, enthalpy എത്രയാണ്? 57 ആണ്. ഓക്കെ, it is supposed to be -57. When one equivalent of acid reacts with one equivalent of base, enthalpy is -57. ഇവിടെ 40 into 10⁻³ equivalents of base reacts with 40 into 10⁻³ equivalents of acid. അതായത് ടോട്ടൽ enthalpy എത്രയായിരിക്കും? ഈ റിയാക്ഷനിലെ ടോട്ടൽ enthalpy will be 40 into എല്ലാവരും നോക്കിക്കേ, 40 into 10⁻³ into -57 into -57 into 10⁻³. കാര്യം എന്താ? -57 കിലോ ജൂൾസ് അല്ലേ? -57 കിലോ ജൂൾസ് അല്ലേ മക്കളെ? -57 കിലോ ജൂൾസ് അല്ലേ? ഇൻറ്റു 10⁻³ ഇൻറ്റു 10⁻³. അപ്പോൾ ജൂൾസ് ആക്കുമ്പോൾ 10⁻³ വേണ്ടി വരും. അപ്പോൾ ഇതായിരിക്കും ടോട്ടൽ ഹീറ്റ് കമ്മിങ് ഔട്ട് ഓഫ് ഇറ്റ്. ടോട്ടൽ ഹീറ്റ് കമ്മിങ് ഔട്ട് ഓഫ് ദ റിയാക്ഷൻ. ഇതായിരിക്കും ടോട്ടൽ ഹീറ്റ് കമ്മിങ് ഔട്ട് ഓഫ് ദ റിയാക്ഷൻ. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ഈ മൈനസിനെ അങ്ങോട്ട് മാറ്റിക്കളഞ്ഞാൽ മതി. മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ ഈ മൈനസിനെ മാറ്റിയാൽ മതി. ഇനി ഈ വരുന്ന ഹീറ്റ് ആരാ അബ്സോർബ് ചെയ്യുന്നത്? പുറത്തിരിക്കുന്ന വെള്ളം. ഈ വരുന്ന ഹീറ്റ് ആരാ അബ്സോർബ് ചെയ്യുന്നത്? ഈ റിയാക്ഷനിൽ നിന്ന് വരുന്ന ഹീറ്റ് ആരാ അബ്സോർബ് ചെയ്യുന്നത്? ആ സൊല്യൂഷനിലെ വെള്ളമാണ് അബ്സോർബ് ചെയ്യുന്നത്. സോ സൊല്യൂഷനിലെ വെള്ളമാണ് അബ്സോർബ് ചെയ്യണമെങ്കിൽ വെള്ളത്തിൻ്റെ മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റു ΔT വിൽ ബി ദ ഹീറ്റ്. കാര്യം വെള്ളത്തിൻ്റെ മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റു ΔT വിൽ ബി ദ ടോട്ടൽ ഹീറ്റ് അബ്സോർബ് ബൈ ദ വാട്ടർ. ദാറ്റ് ഈസ് ബേസിക്കലി ദ ഹീറ്റ് കമ്മിങ് ഔട്ട് ഓഫ് ദ റിയാക്ഷൻ. അപ്പോൾ വെള്ളത്തിൻ്റെ മാസ് എത്രയാണ്? നമുക്കറിയാം ഇവിടെ
600 മില്ലി ലിറ്റർ HNO3, 400 മില്ലി ലിറ്റർ NaOH ഉണ്ട്. അപ്പോൾ മൊത്തം 1000 മില്ലി ലിറ്റർ സൊല്യൂഷൻ ഉണ്ട്. നമുക്കറിയാം വെള്ളത്തിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1 gram per മില്ലി ലിറ്റർ. അപ്പോൾ ഇവിടെ 1000 grams ആണ് വെള്ളത്തിൻ്റെ 1000 മില്ലി ലിറ്റർ വോള്യൂം ഉണ്ട്. ഡെൻസിറ്റി 1 gram per മില്ലി ലിറ്റർ. അപ്പോൾ മാസ് എത്ര? 1000. അപ്പോൾ നിങ്ങൾ ചോദിക്കും സർ പക്ഷേ സൊല്യൂഷനിൽ വേറെ കുറേ സാധനങ്ങളില്ല, അതിൻ്റെയൊക്കെ ഡെൻസിറ്റി. മക്കളെ ഇവിടെ നമുക്ക് വേറെ വഴിയില്ല. വി ഹാവ് ടു അസ്യൂം ദാറ്റ് majorly it is water present. We have to assume that density of the solution is 1 gram per milliliter. അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മാസ് 1000 എന്ന് കിട്ടും. എസ് എത്രയാണ് മക്കളെ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ 4.2 എന്ന് കിട്ടുന്നുണ്ട്. ടെമ്പറേച്ചർ ചേഞ്ച് എത്രയാണ് മക്കളെ? ടെമ്പറേച്ചർ ചേഞ്ച് ആണ് കണ്ടുപിടിക്കുന്നത്, ഡെൽറ്റ ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിൽ നിന്ന് നമുക്ക് ഡെൽറ്റ ടിയുടെ വാല്യൂ കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ഡെൽറ്റ ടിയുടെ വാല്യൂ കിട്ടും 54.286. ഡെൽറ്റ ടിയുടെ വാല്യൂ 54.286 ഇൻറ്റു 10⁻². ഡെൽറ്റ ടിയുടെ വാല്യൂ കിട്ടാൻ പോകുന്നത് 54.286 ഇൻറ്റു 10⁻². ഗോട്ട് ഇറ്റ്? അതായത് ഇവിടെ അപ്രോക്സിമേറ്റ്ലി 54 എന്ന് വരും. 54 ആയിരിക്കും ആൻസർ വരാൻ പോകുന്നത്. ഗോട്ട് ഇറ്റ്? ഫൈൻ. ഓക്കെ ആണോ കുട്ടന്മാരെ? സെറ്റാണോ? സെറ്റ് മസാലയാണോ? സെറ്റാണോ? സെറ്റ് മസാലയാണോ? സെറ്റാണോ? സെറ്റ് മസാലയാണോ? ഓക്കെ. എല്ലാവരും നോക്കിക്കേ. ഇതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. An ideal gas undergoes isothermal compression from 5 meter cube to 1 meter cube against a constant external pressure of 4 Newton per meter square. Heat released in this process is used to increase the temperature of 1 mole of aluminium. If molar heat capacity of aluminium is 24 joules per mole per Kelvin, the temperature of aluminium increases. ഇവിടെ ബേസിക്കലി എന്താ നടക്കണമെന്ന് അറിയോ? ഒരു ഗ്യാസ് ഉണ്ട്, അതിനെ കംപ്രസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഹീറ്റ് പുറത്തേക്ക് പോകുന്നു. ആ ഹീറ്റ് എടുത്ത് അലൂമിനിയത്തിനെ ഹീറ്റ് ചെയ്യുന്നു. അലൂമിനിയത്തിൻ്റെ ടെമ്പറേച്ചർ റൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഹീറ്റ് റിലീസ്ഡ് ബൈ ദ പ്രോസസ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഹീറ്റ് റിലീസ്ഡ് ബൈ ദ പ്രോസസ് ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഹീറ്റ് ഗെയിൻഡ് ബൈ അലൂമിനിയം. അല്ലേ? ഇവിടെ നിന്ന് കിട്ടുന്ന ഹീറ്റ് എടുത്ത് ഇവിടേക്ക് കൊടുത്തു. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഇറ്റ്സ് ഗിവൺ ഇറ്റ്സ് ആൻ ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ നമുക്കറിയാം, ഐഡിയൽ ഗ്യാസ് ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ നമുക്കറിയാം ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു 0, Q is equal to minus W. അപ്പോൾ heat is equal to minus of work done. Work എന്താണ്? ഇറ്റ്സ് എ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്. കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിൻ്റെ വർക്ക് എന്താ മക്കളെ? കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിൻ്റെ വർക്ക് എന്താ മക്കളെ? കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിൻ്റെ വർക്ക് എന്ന് പറയുന്നത് മൈനസ് പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോള്യൂം. മൈനസ് പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോള്യൂം. ചേഞ്ച് ഇൻ വോള്യൂം എന്ന് പറയുമ്പോൾ ഫൈനൽ വോള്യൂം മൈനസ് ഇനീഷ്യൽ വോള്യൂം. ഫൈനൽ വോള്യൂം മൈനസ് ഇനീഷ്യൽ വോള്യൂം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 16 കിട്ടും. അല്ലേ? ഇവിടെ 16 കിട്ടും. 16 ജൂൾസ് കിട്ടും. ഹീറ്റ് ഇസ് ഈക്വൽ ടു 16 ജൂൾസ്. ഈ ഹീറ്റ് തന്നെയാണ് ഇവിടെ എന്തുകൊണ്ടാണ് മൈനസ് വന്നത്? കാര്യം ഇത് വർക്കിൻ്റെ ഫോർമുലയാണ് കേട്ടോ, മൈനസ് പി ഇൻറ്റു ഡെൽറ്റ വി. ഇവിടെ മൈനസ് വന്നത് ഇവിടെ നിന്ന് ക്യൂ ഈക്വൽ ടു മൈനസ് ഡബ്ല്യു. സോ മൈനസ് ഓഫ് -4 ഇൻറ്റു 1 - 5. കാര്യം എന്താ? വർക്കിൻ്റെ ഫോർമുല ഇവിടെ എത്രയാണ് വരിക? മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി. മൈനസ് പി എക്സ്റ്റേണലാണ് 4. ഡെൽറ്റ വി എത്ര? 1 - 5. കാര്യം 5 മീറ്റർ ക്യൂബിൽ നിന്ന് 1 മീറ്റർ ക്യൂബിലേക്കാണ് പോകുന്നത്. ഈ 16 ഇസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ബൈ അലൂമിനിയം. ഹീറ്റ് ഗെയിൻ ബൈ അലൂമിനിയം എത്രയാ? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റു ഡെൽറ്റ ടി. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റു ഡെൽറ്റ ടി. നമ്പർ ഓഫ് മോൾസ് എത്രയാ? 1 ആണ്. മോളാർ ഹീറ്റ് കപ്പാസിറ്റി എത്രയാ? 24 ആണ്. ഡെൽറ്റ ടി എത്രയാ? കണ്ടുപിടിക്കണം സാറേ. അപ്പോൾ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു 16/24, ദാറ്റ് ഇസ് ഈക്വൽ ടു 2/3 എന്ന് കിട്ടും. 2/3 എന്ന് കിട്ടും. അതെ മാധവ, ഞാനതോടെ കാണിച്ചിട്ടുണ്ടല്ലോ കൂട്ടാ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ടൈം ഏതാണ്ട് കഴിഞ്ഞു. എനിക്ക് 8 മണിക്ക് വേറൊരു ക്ലാസ് ഉണ്ട് കൂട്ടന്മാരെ. സോ ദാറ്റ്സ് ഇറ്റ് മക്കളെ. നമ്മൾ എല്ലാ ടോപ്പിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 86 ക്വസ്റ്റ്യൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുടെ ആപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് തെർമോഡൈനാമിക്സിൽ നിന്ന്. ഓക്കെ, 5-6 മണിക്കൂറിൻ്റെ ഓൾമോസ്റ്റ് വീഡിയോ ആണ്. 86 ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്ത് പറയുന്നു. ആ ക്വസ്റ്റ്യൻസൊക്കെ അറിഞ്ഞ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തെർമോഡൈനാമിക്സ് കയ്യിലിരിക്കും. ബൈ ഹാർട്ടല്ല പഠിക്കേണ്ടത്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ മുമ്പിലിട്ടത്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണിത്. പക്ഷെ അതിൽ പിന്നെയും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അറിഞ്ഞ് പഠിക്കുകയാണെങ്കിൽ മക്കളെ
തെർമോഡൈനാമിക്സ് നിങ്ങളുടെ കയ്യിലിരിക്കും. 86 എണ്ണവും നോക്കണം എന്നല്ല പറയുന്നത്. സിമിലർ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ്റെ ക്വസ്റ്റ്യൻ കണ്ടില്ലേ, അതേപോലെ 2-3 എണ്ണം ഉണ്ട് ആ PDF-ൽ. അപ്പോൾ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അപ്പോൾ ഓരോ പാറ്റേണിലുള്ളത് മനസ്സിലാക്കുക. ഗോട്ട് ഇറ്റ്? ഫൈൻ. എൻ്റെ കുട്ടന്മാരെ മനസ്സിലാക്കുക. ടു ഗെറ്റ് ഇൻ ടു ഇന്ത്യാസ് ഫൈനസ്റ്റ് കോളേജ് ഇസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് യു ക്യാൻ ഗിവ് യുവർ സെൽഫ്. അപ്പോൾ ഡൗട്ട് വേണ്ട, യു ആർ ഗോയിങ് ദ റൈറ്റ് പാത്ത്. ട്രൈ ചെയ്യുക. ലെറ്റ് us all try together. ഞങ്ങൾ കൂടെ ഉണ്ട്. കൈവിടാതെ നോക്കുക. ഓക്കെ. ഈ JEE ജീനിയസ് സീരീസ് 99 സീരീസ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആണ്. ഇറ്റ് ഈസ് എക്സ്ട്രീംലി യൂസ്ഫുൾ മക്കളെ. എന്തായാലും കൈവിടാതെ തുടരുക, കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. ക്ലാസ് 6:30-ക്കാണ് സ്റ്റാർട്ടായത്. കാര്യം നമുക്കൊരു ടെക്നിക്കൽ എറർ ഉണ്ടായിരുന്നു. അതിനൊന്നും കൂടെ ഞാൻ കൈകൂപ്പി സോറി പറയുന്നു. നിങ്ങൾക്ക് ആ ഒരു 1 hour എന്തോ ഒരു ടെക്നിക്കൽ എറർ ആയിരുന്നു മക്കളെ, നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അത് തന്നെ 6:30-ക്കാണ് നമ്മൾ തുടങ്ങിയത്. ഓക്കെ മക്കളെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. സ്റ്റേ ബ്ലെസ്ഡ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, സ്റ്റേ മോട്ടിവേറ്റഡ്, സ്റ്റേ ഫിയർലെസ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്തി ആയിട്ടിരിക്കുക, പ്രിപ്പറേഷൻ ടൈമാണ്. ഹാപ്പി ആയിട്ടിരിക്കുക, ചെയ്യുന്ന കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്യുക. ഓക്കെ, മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക, ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുക. അപ്പോൾ ഒരു മോട്ടിവേഷൻ വരും. ഫിയർലെസ് ആയിട്ടിരിക്കുക. ഇതാണ് അവസാനം, ഇനി ഒന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യരുത്. ഫിയർലെസ് ആവുക. കുറച്ചൊക്കെ പേടി ഉണ്ടാവും, പക്ഷേ കമ്പാരിറ്റീവ്ലി പേടി കുറയ്ക്കാൻ നോക്കുക. പിന്നെ ബ്ലെസ്ഡ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും നന്മ വരുത്തട്ടെ. ദാറ്റ്സ്